ഹവാസ് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുകയാണ് ഇത് കേൾക്കുമ്പോൾ. ഹവാസ് പറയുന്ന രൂപത്തിൽ ഹവാസിനോട് ഒരു ബിഗ് താങ്ക്സ്. എന്തുകൊണ്ട് ഞാൻ പേടിഎം പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് എക്സ് ആൻഡ് വൈ പോലുള്ള ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തു? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലത്തുള്ള ടോപ്പേഴ്സ് മാത്രമാണ്, ഈ ടോപ്പേഴ്സാണ് അധികവും എന്ത് ചെയ്യുന്നത്, IIT പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്നത്. സോ ദേ ആർ ദ ബ്രൈറ്റസ്റ്റ് മൈൻഡ് ഓഫ് ദ കൺട്രി, റൈറ്റ്? ബ്രൈറ്റസ്റ്റ് മൈൻഡ്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് IIM കൽക്കട്ടയിലുള്ളത്. അതുപോലെ തന്നെ IIM കൽക്കട്ടയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും ഇന്ത്യയിലെ ബെസ്റ്റ് ആണ്. ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോക്കിലേക്കാണ് പ്രവേശിക്കുന്നത്. സോ കുറെ പേര് ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സൂം ലിങ്ക് അയച്ചു കൊടുക്കുക, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ടോക്കിലേക്ക്, ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. IIT-യിൽ നിന്ന് ബിടെക്കും IIM-ൽ നിന്ന് MBA-യും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത്. ഈ ഒരു വെക്കേഷൻ കാലയളവില്, വെക്കേഷൻ പീരീഡിൽ നമ്മൾ ഇതുപോലെയുള്ള കുറെ സക്സസ് സ്റ്റോറീസ് വെബിനാർ സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുറെ അധികം ടോക്ക് സീരീസുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതത്തിലെ ലൈഫില് നല്ല കരിയർ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള സക്സസ് സ്റ്റോറീസിലൂടെ നമ്മൾ അവസരം ഒരുക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ ഇങ്ങനത്തെ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. വെക്കേഷൻ ആണ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സോ വെക്കേഷനിൽ എങ്ങനെയൊക്കെ നമ്മുടെ ടൈം ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ എക്സ്-ആൻഡ്-വൈ ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ അധികം സമയം വൈകിക്കുന്നില്ല. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഫവാസ് OP ആണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ IIT മദ്രാസിൽ നിന്നാണ് ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ജോയിൻഡ് MBA അറ്റ് IIM കൽക്കട്ട. അതിനിടയ്ക്ക് 2 വർഷം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അതിന്റെ എക്സ്പീരിയൻസും അതിന്റെ ജേർണിയും ഒക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം പേടിഎമ്മില് എക്സിക്യൂട്ടീവ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. സോ ഫവാസ് OPയെ ഈ ഒരു സെഷനിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ഇന്ററാക്ട് ചെയ്യാൻ ഹാർട്ട്ഫുള്ളി വെൽക്കം ചെയ്യാണ്. ഫവാസ് സർ, പ്ലീസ്. യെസ്, അപ്പോ സർ, ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് സാറിനെ പോലെയുള്ള ഒരാളെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. ഫവാസ് സാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, സാർ കറന്റ് എക്സ്-ആൻഡ്-വൈ ലേണിംഗിന്റെ COO കൂടിയാണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് ഫുൾ ടൈം എക്സ്-ആൻഡ്-വൈ ലേണിംഗ് ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളോടെയാണ്. സോ ഫവാസ് സാറ് ഇങ്ങനത്തെ ഒരു സെഷന് കിട്ടി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ്. സോ സാറിന്റെ ജേർണിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. IIT-യിൽ നിന്ന് ബിടെക് കഴിഞ്ഞു, IIM-ൽ നിന്ന് MBA കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് നാട്ടിലെ ഒരു സാധാരണ സ്കൂളിൽ നിന്നും സ്കൂൾ പഠനം പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് എക്സ്-ആൻഡ്-വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു ലൈവിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡ്രീം തന്നെ IIT, എയിംസ്, ജിപ്മർ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെയാണ്. ഇപ്പൊ സാറിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ജേർണി മുതൽ തന്നെ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം സർ. ഞാനപ്പോ ആദ്യമായി ഹവാസിനെ ഒരു താങ്ക്സ് പറയണം. ഹവാസ് ഒരുപാട് നന്നായിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. അതില് ഹവാസ് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുകയാണ് ഇത് കേൾക്കുമ്പോൾ. ഹവാസ് പറയുന്ന രൂപത്തിൽ ഹവാസിനോട് ഒരു ബിഗ് താങ്ക്സ്. അപ്പോ ഇത് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതില് സൂമില് റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം സെഷന്റെ ഇടയിൽ തന്നെ ചോദിക്കാം. നമുക്ക് ഒരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് ഈ സെഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനൊരു ചെറിയ PPT ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആ PPT ഒന്ന് ഷെയർ ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, എന്റെ സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആണല്ലോ അല്ലേ? ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിന്റെ ടൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ IIT, എയിംസ്, IIM ഒക്കെ ലക്ഷ്യം വെക്കണം എന്നുള്ളതാണ്. കാരണം ഈ സെഷന്റെ അവസാനമാകുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ ഞാൻ ആദ്യം എന്നെ ഒന്നും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ,
ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഇത്രയും പാർട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നെ കുറിച്ച് കുറച്ചു നേരം ഞാൻ എങ്ങനെ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഞാൻ എങ്ങനെ IIT-യിൽ എത്തി, എന്റെ IIT പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അതിനുശേഷം IIM-ൽ പോകാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ട് IIM ഞാൻ തിരഞ്ഞെടുത്തു, അതിനുശേഷം പേടിഎമ്മിൽ വർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പേടിഎം തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ഫിൻടെക് എന്ന ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തു, അതിനുശേഷം അവസാനമായി ഞാനിപ്പോ ഹവാസ് പറഞ്ഞത് ഞാനിപ്പോ കറന്റ്ലി XNY ലേണിംഗിന്റെ CEO ആണ്. എന്തുകൊണ്ട് ഞാൻ പേടിഎം പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് XNY പോലുള്ള ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ജേണി ഇങ്ങനെയാണ്. ഇവിടെ ഇതിൽ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള എത്ര പേര്, ഞാൻ വിശ്വസിക്കുന്ന അധിക പേരും മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ തന്നെ ആണെന്നാണ്. ഇപ്പൊ ഞാന് മലപ്പുറം ചെമ്മാട് തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് ചെമ്മാട് അടുത്ത് തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് മലബാർ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. അതിനുശേഷം +2 വരെ പഠിച്ചത് തിരൂരങ്ങാടിയിലുള്ള ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിന് കൂടെ തന്നെ ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ, നിങ്ങളൊക്കെ കേട്ട് കാണും, അവിടെയാണ് ഞാൻ എൻ്റെ +1 +2 എൻട്രൻസ് കോച്ചിങ്ങിന് പോയത്. അതിനുശേഷം ഞാൻ ഒരു വർഷം അവിടെ IIT-ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോ എന്നെ പോലെ തന്നെ ആവും അധിക പേരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലത്തിൽ എനിക്ക് IIT-യെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. IIT-യിൽ എങ്ങനെ എത്തണമെന്നോ IIT എന്താണെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാണ് 10ാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പല ആൾക്കാരെ പോലെ 90%-ഓ 100%-ഓ മാർക്കൊന്നും ഇല്ലായിരുന്നു. 86% മാർക്ക് മാത്രമായിരുന്നു എനിക്ക് 10th ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മാത്സിലെ സ്കോർ വളരെ നല്ലതായിരുന്നു. ഞാൻ മാത്സിൽ എന്റെ കേപ്പബിലിറ്റി വളരെ കൂടുതലായിരുന്നു. മാത്സിൽ I വാസ് വെരി ഗുഡ് അറ്റ് മാത്സ്. സോ അതുകൊണ്ട് തന്നെ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ സൂചിപ്പിച്ചു, മാത്സ് ഒക്കെ നല്ലതായ സ്ഥിതിക്ക് മേ ബി യു ക്യാൻ ഗോ ടു IITs പോവാനുള്ള, അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോവാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സംഭവം, എന്താണ് ഈ IIT എന്നൊന്നും വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായി എടുത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാന്റെ ഒരു ഫ്രണ്ട്, ഒരു മാഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ +1-ന്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി ചേരുക എന്നുണ്ടായത്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ IIT-കളെ കുറിച്ചും, എന്താണ് IIT എന്ന് പറഞ്ഞാലും, എഞ്ചിനീയറിംഗിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIT, അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ IIT പോയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഞാൻ എൻ്റെ +1-ന്റെ കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനുശേഷം +2-ന്റെ കൂടെ ഞാൻ ഒരു പ്രാവശ്യം IIT എഴുതി നോക്കി. പക്ഷെ IIT ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. കേരള എൻട്രൻസ് എക്സാമിനൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ കേരള എഞ്ചിനീയറിംഗിൽ ചേരണ്ട എന്ന് വിചാരിച്ച ഒരു വർഷം കൂടി ഞാൻ IIT-ക്ക് സ്പെസിഫിക്കലി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞാൻ IIT-ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ആ വർഷം ഞാൻ IIT മദ്രാസിൽ ജോയിൻ ചെയ്തു. 2011-ലാണ് ഞാൻ IIT മദ്രാസിൽ ജോയിൻ ചെയ്ത്. അവിടെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതായത് ഷിപ്പ് ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. ഓക്കെ, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്. എത്ര പേര് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ട്? കേട്ടവർക്കൊക്കെ ഒന്ന് ഒരു ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. എത്ര പേര് IIT-യെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ആദ്യം എന്റെ വിശ്വാസം എല്ലാവരും IIT-കളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്നാണ്. ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര്, ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും IIT-യെ കുറിച്ചും അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലത്. ഇത്രയും വളരെ ഏർലി തന്നെ IIT-കളെ കുറിച്ചും അതേപോലെ തന്നെ അവിടെയുള്ള ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ അറിയുന്നതിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം ഞാനൊന്നും നിങ്ങളെ ഈ പ്രായത്തിൽ ഒരിക്കലും IIT-യെ കുറിച്ചൊന്നും ഇത്ര ഡെപ്തിൽ അറിഞ്ഞിട്ടില്ല.
അതിനൊരു കാരണം XNY പോലത്തെ സ്ഥാപനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ ഞാൻ IIT മദ്രാസ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ IIT മദ്രാസിനെ കുറച്ച് എന്റെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനാണ്. ഞാൻ എന്റെ കോൺവൊക്കേഷന്റെ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. അതുപോലെ തന്നെ കോൺവൊക്കേഷന്റെ സമയത്ത് തന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഫോട്ടോസ് ആണ്. അപ്പോ എന്തിന് നമ്മളൊക്കെ IIT-യിൽ പോകണം? എന്തിനാണ് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് നിങ്ങളൊക്കെ IIT-യിൽ പോകണം? എന്തിനാ ആർക്കെങ്കിലും ചാറ്റിൽ ഒന്നിടാൻ പറ്റുമോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ, ഒരാളുണ്ട്. ഐമൻ ഉണ്ട്. ആ, ഓക്കെ. ഐമൻ ഐമൻ സാക്കി കേൾക്കുന്നുണ്ടോ? ആ, ഐമൻ. ഓക്കെ. ഐമന് സംസാരിക്കണം എന്നുണ്ടോ? എന്തിനാണ് എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്ന IIT പോവുകയാണെന്ന്, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ IIT പോലെ അല്ലെങ്കിൽ NIT പോലെ സ്ഥാപനങ്ങളൊക്കെ പോകണമെന്ന് പറയാനുള്ള കാരണം? ഐമൻ, ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഇനി ടൈപ്പ് ചെയ്യാനും പറ്റും ഇനി ആർക്കെങ്കിലും. ഓക്കെ. ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അതുകൊണ്ടാണ്. നല്ല ജോലി സാധ്യതകളുണ്ട്, ക്വാളിറ്റി ഓഫ് സ്റ്റഡി നല്ലതാണ്, സ്റ്റഡി വിത്ത് ഗ്രേറ്റ് മൈൻഡ്സ്. അല്ലേ? യാ. അധിക പേര് ഇട്ടിരിക്കുന്നത് ബെറ്റർ ജോബ് പ്ലേസ്മെന്റ് എന്നൊക്കെയാണ്. വളരെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ എന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയാം, എന്തുകൊണ്ട് IIT പോലുള്ള സ്ഥാപനങ്ങളിലോട്ട് പോകണം എന്നുള്ള എന്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണ്, നല്ല പ്ലേസ്മെന്റ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ? IIT പോലുള്ള സ്ഥാപനത്തിൽ പോകുമ്പോൾ നമ്മളെ കൂടെ പഠിക്കാൻ കിട്ടുന്ന, നമ്മുടെ ഒരുമിച്ച് പഠിക്കുന്ന ആ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ ക്ലാസ്മേറ്റ്സ്, ബാച്ച്മേറ്റ്സ്, അവരാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും നന്നായി, നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ആണ്. അവരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ടോപ്പേഴ്സ് ആണ്. ഓക്കെ. നമ്മള് എങ്ങനെയാണോ അവിടെ എത്തുന്നത് നമുക്കറിയാലോ. നമ്മുടെ കൂടെ പഠിക്കുന്നതിൽ ഏറ്റവും മികച്ച ആൾക്കാരാണ് IIT പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തുന്നത്. അങ്ങനെയല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലത്തുള്ള ടോപ്പേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ ടോപ്പേഴ്സ് ആണ് അധികവും എന്ത് ചെയ്യുന്നത്, IIT പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്നത്. സോ ദേ ആർ ദ ബ്രൈറ്റസ്റ്റ് മൈൻഡ് ഓഫ് ദ കൺട്രി, റൈറ്റ്? ബ്രൈറ്റസ്റ്റ് മൈൻഡ്സ് ഓഫ് ദ കൺട്രി. കൺട്രിയിലുള്ള ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയ മൈൻഡ്സ് ആണ്. അപ്പൊ നമ്മള് പഠിക്കുന്നത് അവരെ കൂടെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരുടെ ആ കൂടെ പഠിക്കുന്നത് കാരണം നമ്മളും അവരെ പോലെ തന്നെ ഇമ്പ്രൂവ്മെന്റ്, നമ്മുടെ പഠന ശൈലികളിലും നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും നമ്മുടെ തോട്ട് പ്രോസസ്സുകളിലും നമ്മളെ ചിന്തകളിലും എല്ലാത്തിലും എന്ത് ചെയ്യും, ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണും. ഈ ഒരു ഫോട്ടോ എന്റെ കൂടെ എന്റെ അതേ ബാച്ചിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇതിലുള്ള ഒരാളെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ. ഈ കാണുന്ന ആളുണ്ടല്ലോ, ഞാന് എന്റെ മൗസ് വിസിബിൾ ആണെന്ന് തോന്നുന്നു. ഞാന് ഈ കാണുന്നു ഈ കാണുന്ന ആളെ ആർക്കെങ്കിലും അറിയോ? ഓക്കെ, അറിയില്ല. ഓക്കെ. ഇത് എന്റെ കൂടെ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഇപ്പോ കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം IAS കേരള ടോപ്പർ ആയിരുന്നു. ഞങ്ങളുടെ വർഷത്തില് കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, ദിലീപ് K കൈനിക്കർ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇങ്ങനെയുള്ള മൈൻഡ്സിന്റെ കൂടെ പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ വേറെ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെങ്കിലും
ഏറ്റവും കൂടുതൽ അതിനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, ഹയർ പ്രോബബിലിറ്റി, അത് IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേര്, പല ആൾക്കാർ നേവിയിൽ ഇപ്പൊ നേവൽ ആർക്കിടെക്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ BCG പോലുള്ള കമ്പനിയിലെ പാർട്ട്ണർ അസോസിയേറ്റ്സ് ആണ്. പിന്നെ ചില ആളുകൾ മെറ്റ, ആമസോൺ തുടങ്ങിയ വലിയ വലിയ കമ്പനികളിലെ സീനിയർ പൊസിഷൻസ്, സീനിയർ എഞ്ചിനീയേഴ്സ് ആണ്, സീനിയർ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ആണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കോളേജുകളിൽ പോയി കഴിഞ്ഞാലും ആ കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ്, ഇന്ത്യയിലെ എന്നല്ല, ഏത് പ്ലേസിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ടോപ്പ് കോളേജസിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. പിന്നെ നേവൽ ആർക്കിടെക്ചർ, ഇനി നേവൽ ആർക്കിടെക്ചറിനെ കുറിച്ച് കുറച്ച് പറയാം. നേവൽ ആർക്കിടെക്ചറിൽ എന്താണ് എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഷിപ്പ് ഡിസൈൻ ചെയ്യുക. ഷിപ്പും ഷിപ്പിന്റെ അനുബന്ധമായ സ്ട്രക്ചേഴ്സിന്റെ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, ആ ഒരു മേഖലയിലാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. ഈ കാണുന്നത് ഒരു ഷിപ്പിന്റെ മോഡലാണ്. ഇതിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് ഈ ഷിപ്പിന്റെ മോഡൽ ഉണ്ടായിട്ട് ഷിപ്പിന്റെ സിമുലേഷൻ റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാങ്ക് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അവിടെ ഈ ഷിപ്പിന്റെ മോഡൽസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് വെച്ച് ഈ ഷിപ്പിന്റെ മോഡൽ റൺ ചെയ്യും. എന്തിന്? ഇത് എത്രത്തോളം വാട്ടറിൽ പോകുമ്പോൾ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്, എത്രത്തോളം പവറുള്ള മോട്ടോഴ്സ് വേണം ഈ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യാൻ എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ഈ ഷിപ്പിന്റെ ചെറിയ സൈസുള്ള മോഡൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ട്രയൽ റൺസ് നടത്തുന്നത്. ഓക്കെ, പിന്നെ IIT മദ്രാസ് പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും എന്ത് ചെയ്യാൻ, കളിക്കാനും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകൾ പങ്കെടുക്കാനും. കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, അതായത് റോബോട്ടിക്സ് പോലെയുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, റോക്കറ്ററി പോലെയുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനത്തെ IIT പോലുള്ള സ്ഥാപനങ്ങൾ തരുന്നത്. ഞങ്ങൾക്കൊരു സെന്റർ ഫോർ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ ഉണ്ടായിരുന്നു IIT-ന്റെ ഉള്ളിൽ. മെയിൻലി എന്തിനാണ്? ഇതുപോലെ റോബോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ട്രൈ ചെയ്യാനും. IIT-യിൽ ഒരുപാട് കുട്ടികൾ, ഇതിനൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ അവരുടെ എഞ്ചിനീയറിംഗിലെ അവരുടെ കോർ ബ്രാഞ്ചസ് ഒഴിവാക്കി റോബോട്ടിക്സ് പോലുള്ള ബ്രാഞ്ചിലോട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് IIT-യിൽ വെച്ച് ഡെവലപ്പ് ചെയ്തത് കാരണം പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് IIT. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും IIT കുറിച്ചോ നേവൽ ആർക്കിടെക്ചറിനെ കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം എന്നോട്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, is it true that IIM colleges are very hard to get into? Yes. ഓക്കെ, IAS പഠിക്കാൻ ചാൻസ് ഉണ്ടോ? അപ്പോ പിന്നെ അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ കൂടി കാണിച്ചു തന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. IIT പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ നിങ്ങൾക്ക് IAS പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ ജേർണലിസം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിക്കാനാണ്, എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതിനൊക്കെയുള്ള അവസരം എന്തുണ്ട്, IIT പോലുള്ള സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ കുറച്ച് പേരുകൾ ചോദിച്ചിട്ടുണ്ട് ബ്രാഞ്ചസിനെ കുറിച്ച് പറയാൻ പറ്റും, IIT-കളിലുള്ള ബ്രാഞ്ചസ്. ഇപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലുള്ള ഒട്ടുമിക്ക എല്ലാ ബ്രാഞ്ചുകളും എന്തുണ്ട്, എല്ലാ IITs-ലും ഉണ്ട്. മേജർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചസ്, കോർ ബ്രാഞ്ചസ് ഇതൊക്കെയാണ്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്,
പിന്നെ അതിന് പുറമെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റലർജി, നേവൽ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, പിന്നെ ഫിസിക്സിന്റെ BSMS കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ IIT-കൾ ഹ്യൂമാനിറ്റീസിന്റെ കോഴ്സുകൾ വരെ ഉണ്ട്. ഓക്കെ. എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക? 10th സ്റ്റുഡന്റ് ആണ്. ആ ഓക്കെ. അപ്പോ ഒരാളുടെ ചോദ്യം ഇതാണ്, എനിക്ക് IIT-യിൽ പോവാനും താല്പര്യമുണ്ട്, IAS ആവാനും ആഗ്രഹമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച്. അപ്പൊ എന്തായാലും IAS സിവിൽ സർവീസ് എക്സാംസിന് ഒരു ബേസ് വേണമല്ലോ. അതായത് ഒരു മിനിമം ഡിഗ്രി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IAS-ൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുന്നേ ഇതുപോലുള്ള പ്രൊഫഷണൽ കോളേജസിൽ വന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബേസ് പഠിക്കുന്നത് എങ്കിൽ there are two benefits. IAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എത്ര പേരാണ് ഒരു വർഷം IAS ആകുന്നത്? 100-നും 150-നും ഇടയിലാണല്ലോ നമ്പർ ഓഫ് IAS പെർ ഇയർ. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ഒരു എക്സാം എഴുതുന്നതിന് മുന്നേ ഇഫ് യു ഹാവ് എ വെരി ഗുഡ് ബാക്ക്ഗ്രൗണ്ട്, IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങളെ ബിടെക് കഴിഞ്ഞു, അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് എന്താണ്, ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, റൈറ്റ്? നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതിന് പുറമെ യു ഓൾവേസ് ഹാവ് എ ബാക്കപ്പ്, റൈറ്റ്? ഇപ്പൊ നിങ്ങൾ IAS പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും IIT പോലുള്ള സ്ഥാപനത്തിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബെറ്റർ പ്ലാൻ ബി ഓൾവേസ്. ഓക്കെ. ഇന്ത്യയിൽ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ആൾക്കാരോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് IAS ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി നല്ല കോളേജുകളിൽ പോയിട്ട് എഞ്ചിനീയറിങ്ങോ പ്രൊഫഷണൽ ഡിഗ്രീസോ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ IAS-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് അതിനുള്ള ഒരു നല്ലൊരു അവസരം കിട്ടും. ആ ഒരു പ്രിപ്പറേഷനുള്ള നല്ലൊരു അവസരം കിട്ടും. അതിനുള്ള ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഒരു പ്ലാൻ ബി എന്ന രൂപത്തിൽ ഒരു നല്ലൊരു ജോബ് എപ്പോഴും നിങ്ങൾ എന്തുണ്ടാവും, നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു നല്ല IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ടാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ബിടെക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ക്യാൻ വി പിക്ക് എനി ബ്രാഞ്ച് വി ലൈക്ക് യുവർ പേയ്മെന്റ്? I have heard someone say that I couldn't take certain branches because അതായത് IIT-ലോട്ടുള്ള എൻട്രൻസ് എക്സാമിന്റെ റാങ്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബ്രാഞ്ചുകൾ. അപ്പൊ നിങ്ങൾ നല്ല റാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് ഓൾ ബ്രാഞ്ചസ്. ഇപ്പൊ വളരെ നല്ല റാങ്ക് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോപ്പ് ആയിട്ടുള്ള IIT-കളിൽ എല്ലാ ബ്രാഞ്ചുകളും കിട്ടൂല. അപ്പൊ മേ ബി ഒന്നും കൂടെ പ്രിഫറൻസ് കുറഞ്ഞ ബ്രാഞ്ചുകൾ എടുക്കേണ്ടി വരും. ഓക്കെ. സർ, ഐ വാണ്ട് ടു ബിക്കം എൻ ഗൈനക്കോളജിസ്റ്റ്, but if I don't get NEET, can I go into IIT at that time? അതായത് രണ്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്, നീറ്റും IIT-യും, അല്ലെ? ഒന്നിന് മാത്സിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്, ഒന്നിന് ബയോളജി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോ മേ ബി രണ്ടും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, രണ്ടും ഒരുമിച്ച് നീറ്റും JEE-യും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് എ ചാൻസ്. ഇപ്പൊ ഞാൻ എഴുതിയപ്പോ എനിക്ക് IIT JEE ഞാൻ ക്ലിയർ ചെയ്തത്, അല്ലെങ്കിൽ കൂടെ തന്നെ അന്ന് നീറ്റ് അല്ലായിരുന്നു, AIPMT ആണ്. AIPMT-യിലും അത്യാവശ്യം മോശമില്ലാത്ത ഒരു റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്ത IIT, അതുകൊണ്ടാണ് ഞാൻ IIT-യിൽ പോയത്. ഓക്കെ. അപ്പോൾ പറ്റും, നീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ IIT-യിൽ പോകാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, രണ്ടിലും ഒരുപോലെ തന്നെ, രണ്ടും ഡിഫറൻസ് ഇതായതുകൊണ്ട് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും ആ രണ്ട് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI IIT-യിൽ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ IIT-യിൽ കോർ ബ്രാഞ്ച് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിപ്പിക്കുന്നത് അധികം IIT-യിൽ. ഞാൻ എപ്പോഴും ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ പ്രിഫർ ചെയ്യണം, അതാണ് കോർ. AI പോലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ച് മാത്രം, എക്സ്റ്റൻഷൻ മാത്രമാണ് AI ഒക്കെ. അപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയ ബേസ് എടുത്തു കഴിഞ്ഞാൽ it will be easier for you to go to different streams inside computer science like AI പോലുള്ള ഡിഫറെന്റ് സ്ട്രീംസിലോട്ട് പോകാൻ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ ഈസിയർ. ഓക്കെ.
IIT-യിൽ പോവാൻ ആഫ്റ്റർ 10th എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ IIT-യിലോട്ട് പോകാനുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്റെ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. സർ, ഫീ ഒക്കെ എത്ര വരും? IIT-യിൽ ഏകദേശം പെർ ഇയർ 1 lakh rupees ട്യൂഷൻ ഫീ ആവും. പിന്നെ അതിന് പുറമെ ഹോസ്റ്റൽ ഫീസ്, അക്കോമഡേഷൻ ഫീസും കൂടി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ സർ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ IIT ബ്രാഞ്ചസ്? ഓരോ ബ്രാഞ്ചിലും ഇപ്പോൾ ഡിഫറെന്റ് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നത്. ജോബും കോർ എഞ്ചിനീയറിംഗ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ യു വുഡ് ബി ലേണിംഗ് അബൌട്ട് സ്ട്രക്ചേഴ്സ്, റൈറ്റ്? ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. ഇപ്പൊ നേവൽ ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് തന്നെയാണ് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവുക, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ഷിപ്പിന്റെ സ്ട്രക്ചറും ഓഷ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, ഹൗ മച്ച് വുഡ് യു സാലറി ബി? ഹൗ മച്ച് വുഡ് ഓക്കെ, IIT-യിലുള്ള സാലറി കമ്പ്യൂട്ടർ സയൻസ് JEE അഡ്വാൻസിന്റെ റാങ്ക് അഫക്ട് ചെയ്യുമോ? ഓക്കെ, IIT-യിൽ സ്കോളർഷിപ്പ് ഉണ്ടോ? IIT-യിൽ സ്കോളർഷിപ്പ് ഉണ്ട്, ഡെഫിനറ്റ്ലി. IIT-യിലും IIM-ലും ഒക്കെ സ്കോളർഷിപ്പുകൾ ഉണ്ട്, ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. പല സ്കോളർഷിപ്പുകളും മേ ബി സം ഓഫ് ദ സ്കോളർഷിപ്പ് വിൽ കവർ യുവർ ട്യൂഷൻ ഫീസ്. ഓക്കെ, ട്യൂഷൻ ഫീസ് വരെ കവർ ചെയ്യുന്ന സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതായത് ഇപ്പോ ആർക്കെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. എഡ്യൂക്കേഷൻ ലോൺസ് എടുക്കാം, സ്കോളർഷിപ്പുകളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് IIT-യിൽ പഠിക്കാൻ പറ്റും. ഓക്കെ സർ, യുവർ സാലറി. ഓക്കെ, ഞാൻ എന്റെ സാലറി എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങൾക്ക് കുറച്ചൊരു പോസ്. ഞാന് ഞാൻ ഞാൻ എന്റെ ജേണി ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി അടുത്ത റൗണ്ട് ഓഫ് ചോദ്യത്തിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ നേവൽ ആർക്കിടെക്ചറിലാണ്, ഞാൻ പറഞ്ഞില്ലേ, IIT മദ്രാസിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ BTech ചെയ്തത്. അതിനുശേഷം ഞാൻ നേവൽ ആർക്കിടെക്ട് ആയി തന്നെയാണ് ഞാൻ ജോലി ചെയ്തത്. ഞാന് വേദം കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഡിസൈൻ കൺസൾട്ടൻസി ഫേമിൽ മുംബൈയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ കൺസെപ്റ്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് പുതുതായിട്ട് ഒരു ഷിപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ഉണ്ടാക്കാൻ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, കാറിന്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. അതായത് ആദ്യമായി ഒരു കാർ നിർമ്മിക്കുന്നതിന്റെ മുന്നേ അതിന്റെ ഒരു കൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുക, അതായിരുന്നു എന്റെ ജോലി. സോ ഷിപ്പിന്റെ കൺസെപ്റ്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിന് പുറമെ ഞാൻ മോഡിഫിക്കേഷൻ, ഷിപ്പിന്റെ റിപ്പയർ ജോബ്സിലും അതിന്റെ ഡോക്യുമെന്റേഷൻ, അതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ കാര്യങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 ഇയേഴ്സിൽ ഞാൻ 30+ ഷിപ്സിന്റെ മോഡിഫിക്കേഷൻ, റിപ്പയർ ജോലികളുടെ ഭാഗമായിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഞാൻ ഒരു ഡ്രഡ്ജർ, അതായത് ഒരു ടൈപ്പ് ഓഫ് ഷിപ്പാണ് ഡ്രഡ്ജർ. അതായത് ആ ഡ്രഡ്ജർ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ഡ്രഡ്ജേഴ്സിന്റെ ഡിസൈൻ ടീമിലും കൂടെ ഭാഗമായിരുന്നു ഞാൻ. ഇപ്പൊ നേവൽ ആർക്കിടെക്ട് ആയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആണ് ഇതൊക്കെ. ഈ ഷിപ്സിനൊക്കെ ഞാൻ മോഡിഫിക്കേഷന് വേണ്ടി പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ആണ്. പിന്നെ അങ്ങനെ ഞാൻ നേവൽ ആർക്കിടെക്ട് ആയിട്ട് 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ IIM കൽക്കട്ട. എത്ര പേര് IIM കൽക്കട്ട എന്ന് കേട്ടിട്ടുണ്ട്? IIMസിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ ഓക്കെ സോ IIT പോലെ IIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കോഴ്സ്, അതായത് അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെന്റ്, അതിന്റെ ഫൈനാൻസ്, അതിന്റെ ജനറൽ ആയിട്ടുള്ള മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് സീനിയർ മാനേജ്മെന്റിൽ എത്തുന്ന പോസ്റ്റുകൾക്കുള്ള പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് IIMs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. IIT പോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIMs. ഓക്കെ,
ഇന്ത്യയിൽ 15ഓളം IIMകൾ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ എൻ്റെ നേവൽ ആർക്കിടെക്ചർ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മാനേജ്മെന്റ് ഫീൽഡിലോട്ട് MBA ചെയ്യാൻ വേണ്ടി IIM കൽക്കട്ടയിൽ ജോയിൻ ചെയ്ത് 2019. ഓക്കെ, ഇത് നേരത്തെ ഞാൻ IITയിലെ പടം കാണിച്ചു വരെ ഞാൻ IIMൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ കോവിഡ് ആണ്. അപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള കോൺവെക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു, ഓൺലൈൻ ആയിട്ടുള്ള കോൺവെക്കേഷൻ ആയിരുന്നു. നിങ്ങളൊക്കെ പല ആൾക്കാരും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചവരെ തന്നെ അതുകൊണ്ട് ഇത് ഡിഗ്രി വാങ്ങുന്ന പടം ഒന്നുമില്ല. ഇങ്ങനെ എന്താ പറയാ, ഒരു 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 ഫോട്ടോ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ ഫസ്റ്റ് ഇയറിൽ ഞാൻ IIM ക്യാമ്പസിലായിരുന്നു. അപ്പോൾ ഐ ഹാഡ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പൊ ഇത് ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു പ്രൊഫസറിന്റെ അവസാനത്തെ ക്ലാസ്സിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ആളാണ് ഞാൻ. ഇത് ഞങ്ങളുടെ പ്രൊഫാണ്, എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്ന പ്രൊഫാണ്. RBIന്റെ അസിസ്റ്റന്റ്, ഒരു ഡയറക്ടർ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നു. സോ നേരത്തെ IITയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ IIMന്റെയും വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഇതാണ്. IIMൽ പഠിപ്പിക്കുന്ന ആൾക്കാരും കൂടെ പഠിക്കുന്ന ആൾക്കാരും എല്ലാവരും ദേ ആർ വൺ ഓഫ് ദ ബെസ്റ്റ്, റൈറ്റ്? ഇന്ത്യയിൽ നിന്നുള്ള ബെസ്റ്റ് സ്റ്റുഡൻസും ബെസ്റ്റ് പ്രൊഫസർമാരുമാണ് IITകളിലും IIMലൊക്കെ ഉള്ളത്. ഇപ്പൊ മാനേജ്മെന്റ്, ഇപ്പൊ എക്കണോമിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ IIM കൽക്കട്ടയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അക്രോസ് ദ ഗ്ലോബ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് IIM കൽക്കട്ടയിലുള്ളത്. അതുപോലെ തന്നെ IIM കൽക്കട്ടയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും ഇന്ത്യയിലെ ബെസ്റ്റ് ആണ്. അതാണ് IITയിലും IIMലൊക്കെ പോയി കഴിഞ്ഞാൽ the experience, the exposure which you are going to get is far different, far better from any other college, right? പിന്നെ അങ്ങനെ IIMല് മേജർലി ഫൈനാൻസ് എക്കണോമിക്സ് ഇതൊക്കെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ മേജർലി ഫോക്കസ് ചെയ്തിരുന്നതും ഫൈനാൻസ്, എക്കണോമിക്സ്, മാർക്കറ്റിംഗിലൊക്കെയാണ്. അതിനുശേഷം IIMൽ 2 ഇയർ MBA കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്ലേസ്ഡ് ആയത് Paytm എന്ന് പറയുന്ന കമ്പനിയിലാണ്. എത്ര പേര് Paytm എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഒരുപാട് പേര് Paytmനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? ഞാൻ Paytmലെ പേയ്മെന്റ് ഗേറ്റ്വേ ബിസിനസിന്റെ CEO's ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഫൈനാൻസ് ആൻഡ് സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്ന പ്രോജക്ട്സ്. ഞാൻ Paytm പേയ്മെന്റ് ഗേറ്റ്വേ ബിസിനസിന്റെ സിഇഒന്റെ കൂടെ വളരെ അടുത്ത് സിഇഒയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അസസ് ചെയ്യാനും അതേപോലെ തന്നെ ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻസ് ഉണ്ടാക്കാനും വേണ്ടിയൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു ഫോർ ഓൾമോസ്റ്റ് 3 years ആഫ്റ്റർ മൈ MBAക്ക് ശേഷം 3 വർഷം ഞാൻ Paytmലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ ബിസിനസ് വെർട്ടിക്കൽ ഹെഡ്സിന്റെ കൂടെയും സിഇഒന്റെ കൂടെയും വളരെ ക്ലോസ് ആയിട്ട് അവരുടെ ഫൈനാൻഷ്യൽസും അതുപോലെ തന്നെ ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻ, അവരുടെ വർഷത്തിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഒരു വർഷത്തിന് ഓരോ വർഷം ഓരോ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുന്നും അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്സ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു വർഷത്തിന്റെ മുന്നേ. ആ പ്ലാൻ ഒക്കെ ചെയ്യുന്നതിന്റെ സിഇഒനെ അതുപോലെ തന്നെ ബിസിനസ് വെർട്ടിക്കൽ ലീഡ്സിനെ അസിസ്റ്റ് ചെയ്യലായിരുന്നു എന്റെ ജോലി. ആയിഷ ഹൈബക്ക് എന്തോ ചോദിക്കാനുണ്ട് തോന്നുന്നുണ്ട്, കൈ റേസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സർ, ആ സാറ് പോലെ IIMലും പോവുകയാണെങ്കിൽ നമ്മള് എങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു ആവറേജ് പൊസിഷൻ നമുക്ക് എങ്ങനത്തെ പൊസിഷൻ ആയിരിക്കും ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആവുക? ജോലിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതെ, എങ്ങനത്തെ ടൈപ്പ് ജോലി ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ബിഗിനർ ലെവൽ എംപ്ലോയിഡ് ആണോ അതോ മുകളിലോട്ട് ഓൾറെഡി പ്രൊമോട്ട് ചെയ്യോ? ഓക്കെ, അതായത് പല കമ്പനീസിനും പല റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ,
MNC പോലെയുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ, അതായത് സ്വന്തമായി ചെയ്യുന്ന ടീമൊന്ന് ലീഡ് ചെയ്യാത്ത ഒരു റോളിലോട്ടാണ് അധികവും എല്ലാവരെയും ഫസ്റ്റ് ആയിട്ട് ഹയർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ട് എന്ന് വിചാരിക്കാം. അതിപ്പോ IIT-യിലും പോകുന്നുണ്ട്, IIT അല്ലാതെ ഒരു സാധാ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും പോകുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ IIT-യിലുള്ള ആൾക്കാർ മേ ബി 1 or 2 ലെവൽസ് ഹയർ ആയിട്ടാണ് പ്ലേസ്ഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അവരുടെ സാലറിയും കുറച്ച് കൂടുതലാവും, അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാവും. ഇനി IIM-ൽ നിന്നാണ്, ഓക്കെ, IIM എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മാനേജ്മെന്റ് ലെവലിലാണ്, അതായത് ഒന്നും കൂടി സീനിയർ പൊസിഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്. ഓക്കെ, മൻഹക്ക് മനസ്സിലായോ? മൻഹക്ക് എന്തെങ്കിലും Yes, sir. Thank you. ഒരു വൺ മോർ ഡൗട്ട് ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ നമ്മള് സാറ് IIT-ക്ക് പോകാനായിട്ട് എത്ര വർഷം മുമ്പാണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറഞ്ഞു തരാനൊന്നും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IIT-യെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനൊന്നും ആരില്ലായിരുന്നു. ഞാൻ +1-ൽ എത്തിയപ്പോഴാണ് ഞാൻ IIT-യെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 1 ഇയർ അഡീഷണൽ എക്സ്ട്രാ ഡ്രോപ്പ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മേ ബി +2-ന്റെ കൂടെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നാറുണ്ട്. സാർക്ക് IIT എക്സാം എൻട്രൻസ് എക്സാം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭയങ്കര ടഫായിരുന്നോ അതോ? അതെ, അങ്ങനെ തന്നെ. എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്? അതായത് എക്സാം ലോജിക്കൽ അങ്ങനെയാണോ എക്സാം അതോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT, അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് JEE മെയിൻസ് ആൻഡ് JEE അഡ്വാൻസ്ഡ് അല്ല. IIT JEE എന്ന് പറഞ്ഞ ഒറ്റ എക്സാം. പിന്നെ JEE മെയിൻസിന്റെ ഇക്വലന്റ് ആയിട്ട് AIEEE എന്ന് പറയുന്ന വേറൊരു എക്സാം ആയിരുന്നു. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. JEE അഡ്വാൻസ്ഡ് വളരെ എന്താണ്, ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം ആണ്. അതായത് സാധാരണ ഒരു എൻട്രൻസ് എക്സാമിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ഈ IIT JEE-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് IIT-യിലെ പ്രൊഫസർമാരാണ്. സോ നമുക്ക് നല്ല നോളജ്, അതായത് നല്ല എന്ത് ചെയ്യണം, നോളജ് ഉണ്ടാവണം. ഇൻ ഡെപ്ത് ആയിട്ട് കോൺസെപ്റ്റുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IIT JEE ക്ലിയർ ചെയ്യാൻ പറ്റും. എക്സാം കമ്പാരിറ്റീവ്ലി എക്സാം ടഫാണ്, എക്സാം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ല ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കോൺസെപ്റ്റുകളുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ഈസിയർ. ഓക്കെ, അങ്ങനെയല്ല സാർ ഉദ്ദേശിച്ചത്. അതായത് IIT എൻട്രൻസ് ടെസ്റ്റ് എക്സാമില് സാറ് കണ്ടത് അതായത് മാത്തമാറ്റിക്കൽ ലോജിക്കൽ പ്രോബ്ലംസ് ആണോ, അതാണോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നീറ്റ് പോലത്തെ അങ്ങനെ ടൈപ്പ് ചോദ്യങ്ങളാണോ? അല്ല. സോ IIT എക്സാമിന് സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ അറിയാലോ. ഇത് 3 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക: കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, റൈറ്റ്? എല്ലാം ദർ വിൽ ബി മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ദർ വിൽ ബി എൻ ഇൻഡിജർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇൻഡിജർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ ആൻസർ എന്താവും, ഒരു ഇൻഡിജർ ആവും, എനി ഇൻഡിജർ. ഓപ്ഷൻസ് ഉണ്ടാവില്ല, നമ്മൾ ആ ഇൻഡിജർ കറക്റ്റ് ആയിട്ട് എഴുതാം. പിന്നെ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് ഒരു അസേഷൻ ഉണ്ടാവും, ഒരു റീസൺ ഉണ്ടാവും, അതിൽ ഏതാണ് കറക്റ്റ്, അസേഷൻ കറക്റ്റ് ആണോ റീസൺ കറക്റ്റ് ആണോ എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ സാർ. ആൻഡ് ലാസ്റ്റ്ലി, IIT-യിൽ പോയിട്ട് മാത്രമാണ് നമുക്ക് IIM ഒക്കെ എൻട്രൻസ് കിട്ടുക, അതോ +2 തന്നെ ജോയിൻ ചെയ്യാൻ കഴിയോ? +2 ഒരു IPM എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്, ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. അത് IIM ഇൻഡോർ മാത്രമാണ് നൽകുന്നത്. അത് +2-ന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ആ 5 ഇയർ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, ആ 5 ഇയർ പ്രോഗ്രാമിൽ ഫസ്റ്റ് 3 ഇയർ ഡിഗ്രി ആവും, പിന്നെ 2 വർഷത്തെ ഒരു MBA. അങ്ങനെയാണ് ആ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു സർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? Sir, can we? Okay, yeah.
സാർ എന്തുകൊണ്ടാണ് സാർ IIT-യിൽ നിന്ന് പിന്നീട് ഒരു മാനേജ്മെന്റ് കോഴ്സ് എടുക്കാൻ കാരണം? IIT-ന്ന് മാനേജ്മെന്റ് കോഴ്സോ? അല്ല സോറി, IIT-യിൽ നിന്ന് ടെക്നോളജി ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി ഒരു മാനേജ്മെന്റ് ഫീൽഡിലേക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ കാരണം? അതിനുള്ള ഉത്തരം ഞാൻ അടുത്ത സ്ലൈഡിൽ തരുന്നു. ഓക്കെ ഓക്കെ സാർ. സർ, ആ പറയൂ. IIM ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ആ. ഇവര് കുറെ എന്താണ് സക്സസ് ആയിട്ടുണ്ട് ഓരോ ബിസിനസ് ഒക്കെ ആ ഇല്ലേ? അതില് ഓർക്ക് തന്നെ ഒരു പുതിയ കമ്പനി തുടങ്ങാൻ പറ്റുന്ന ഒരു ഇതിലാണോ അത് IIM പഠിപ്പിക്കുന്നത്? IIT-യിലും IIM-ലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പല ഐഡിയാസ് ഉള്ള ആൾക്കാരാവും. നമ്മള് ഐഡിയാസ് ഉള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഒരു ഒരു എന്റർപ്രൈസ് രൂപത്തിൽ അത് ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാനും അതൊരു കമ്പനി ആക്കി മാറ്റാനുള്ള അവസരം അത് IIM പോലുള്ള സ്ഥാപനത്തിൽ ഒരുപാട് കൂടുതലാണ്. അവിടുത്തെ പ്രൊഫസർമാർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇതുപോലത്തുള്ള എന്റർപ്രൈസുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഇനീഷ്യൽ ഫണ്ടിങ് തരും. ആ ഐഡിയയിൽ സഹായിക്കും. എന്തെങ്കിലും ടെക്നിക്കൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ എന്തുണ്ട് IIT-യിലും IIM-ലും ഉണ്ട്. അതുകൊണ്ടാണ് IIM എന്നൊക്കെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇതുപോലത്തെ ഓണ്ടർപ്രണേഴ്സ് ആയി മാറുന്നത് അല്ലെ. ഇപ്പൊ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ IIT ഡൽഹി പഠിച്ച ആളാണ്. സ്വിഗ്ഗിന്റെ ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ IIM കൽക്കട്ടയിൽ പഠിച്ചതാണ്. അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുക ഇതുപോലുള്ള കോളേജുകളിൽ പോയിട്ടാണ്. ഓക്കെ, പിന്നെ സർ, IIM-ലോട്ട് ജോയിൻ ചെയ്യാനുള്ള എൻട്രൻസ് ഉണ്ടോ? അല്ല, അത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. എന്റെ സ്ലൈഡിൽ ഉണ്ട്. ഓക്കെ ഓക്കെ. ആ ചോദിക്കും. IIT-കളിലൊക്കെ ഈ PG ചെയ്യുന്നവർ കുറവാണോ, അതല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവര് മറ്റേതെങ്കിലും കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യോ? IIT-കളിലും അങ്ങനെ ഉള്ള അവിടെയൊക്കെ PG ചെയ്യുന്നവർ കുറവാണോ? അല്ലല്ല, IIT-കളില് PG-കളുണ്ട്. അതായത് BTech കഴിഞ്ഞിട്ട് MTech എന്തുണ്ട്, MTech MS PhD ഒക്കെ എന്തുണ്ട് IIT-കളിലുണ്ട്. പിന്നെ ചില IIT-കളിൽ MBA കോഴ്സുകളും ഉണ്ട്. ഓക്കെ, MBA എന്തുണ്ട് ചില IIT-കളുണ്ട്. IIT മദ്രാസിൽ IIT മദ്രാസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ എന്തുണ്ട് IIT-ന്റെ MBA ഉണ്ട്. IIT മദ്രാസിലുണ്ട്, IIT കാൺപൂരിലുണ്ട്, IIT ഖരഗ്പൂരിലുണ്ട്. ഓക്കെ. പിന്നെ സാർ, ഈ JEE അഡ്വാൻസിനെ വെച്ച് JEE മെയിൻസിനെ വെച്ച് നോക്കുമ്പോൾ JEE അഡ്വാൻസ് എത്രത്തോളം പാടാണ് ക്രാക്ക് ചെയ്യാനായിട്ട്? JEE മെയിൻസും JEE അഡ്വാൻസ്ഡും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എക്സാം ആണ്. ഓക്കെ, JEE മെയിൻസ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടു, എത്രത്തോളം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇട്ടു. അപ്പൊ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫീൽ യു ക്യാൻ ക്രാക്ക് JEE മെയിൻസ്. ഓക്കെ, പക്ഷെ JEE അഡ്വാൻസ്ഡ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ബ്ലൻഡ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട്. മോർ കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് JEE അഡ്വാൻസ്ഡ് ചോദിക്കുന്നത്. അധിക ക്വസ്റ്റ്യൻസും ലൈക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണമെന്നുണ്ടെങ്കിൽ പറയാം, നൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഗെറ്റ്സ് റിപ്പീറ്റഡ് എവറി ഇയർ. ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യൂല, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ IIT അഡ്വാൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം JEE അഡ്വാൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് JEE മെയിൻസിൽ ഏകദേശമൊക്കെ ചില അതുപോലെയുള്ള സാമ്യമുള്ള ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഓക്കെ, രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ടിന്റെ പ്രിപ്പറേഷൻ സ്റ്റൈലും ഡിഫറെന്റ് ആണ്. ഓക്കെ,
സാർ ഈ +1 +2 CBSE ചൂസ് ആ ചെയ്താൽ ഇപ്പം എൻട്രൻസ് എക്സാം എഴുതാൻ JEE എഴുതാൻ ഇപ്പൊ കൂടുതൽ ഹെൽപ്ഫുൾ ആവോ? CBSE എടുത്തത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ CBSE എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് ആയിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ CBSE സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പൊ CBSE സിലബസിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഹെൽപ്ഫുൾ. പക്ഷേ വെറും CBSE ഉള്ള പഠനം കൊണ്ട് മാത്രം പോയിട്ട് JEE ക്രാക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അത് ഒന്നും കൂടി അതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസും ചെയ്യണം, കോൺസെപ്റ്റ്സിനും അതിനേക്കാൾ കൂടുതൽ തറവായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, JEE ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ആ നമ്മൾ ഈ JEE പ്രിപ്പറേഷനിൽ നമ്മൾ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ്? ഓക്കെ, ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദർ ആർ സം സർട്ടൻ ബുക്സ് വിച്ച് യു ഹാവ് ടു ഫോളോ. ലൈക്ക് നിങ്ങൾക്ക് ബുക്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാന് ഈ ചാറ്റിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ID തരാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഇമെയിൽ ID എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും മെയിലൊക്കെ അയക്കുന്ന ആൾക്കാരല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ തരാം. ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ റിപ്ലൈ. ഓക്കെ, ഞാൻ ചാറ്റിൽ എൻ്റെ ഇമെയിൽ ID പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ലൈഡിലും ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പോൾ എന്നോടിപ്പോ ചോദിച്ചു എന്തുകൊണ്ടാണ് MBA എടുത്തത് ആഫ്റ്റർ IIT അല്ലെ, ആഫ്റ്റർ എഞ്ചിനീയർ. അപ്പൊ നിങ്ങൾ എത്ര പേര് 3 Idiots എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? 3 Idiots എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്? ഓക്കെ, ഞാൻ അതിലുള്ള ഹിന്ദി മനസ്സിലാവും, ഇതിന് സബ് ടൈറ്റിൽ ഇല്ല, പക്ഷെ ഹിന്ദി മനസ്സിലാവുമെന്ന് അറിയാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ വീഡിയോന്റെ? ഓക്കെ, എനിക്ക് തോന്നുന്ന വീഡിയോക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു എന്താണ് ആ സീനിൽ പറയുന്നതെന്ന്. അപ്പൊ സീനിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിനിമയിലെ നായകനായ അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ എന്ത് ചെയ്യുന്നത്, കരീന കപൂറിന്റെ ഭാവി വരനാവാനുള്ള ആളെ കുറിച്ച് പറയുന്നതാണ്. അവനൊരു കഴുതയാണ്. അവന് ആദ്യം എന്ത് ചെയ്തു, എഞ്ചിനീയറിംഗ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, MBA ചെയ്തു. പിന്നെ MBA കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണ്, ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലേ? ഇതിന് ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ് ഞാൻ. പിന്നെ അതിനുശേഷം എൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞു. MBA കഴിഞ്ഞതിന് ശേഷം ഒരു ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അല്ലെ, PTM ബാങ്കിലല്ല, ഒരു പേയ്മെന്റ്സ് ബിസിനസ് ഫിൻടെക്കിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ റിയാലിറ്റി കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ്, എത്ര പേര് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് കേട്ടിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ മാർക്കറ്റ്സ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ജോലികൾ ഈസ് ഹൈലി ക്വാണ്ടിറ്റേറ്റീവ് കൈൻഡ് ഓഫ് റോൾസ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡെപ്ത് ഡേറ്റ അനാലിസിസ് ചെയ്യണം, ഒരുപാട് എന്ത് ചെയ്യണം, ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റോളുകളാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെ റോൾസ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസിന്റെ റോൾസ്.
അപ്പൊ ഇങ്ങനത്തെ റോൾസിനൊക്കെ എന്ത് ചെയ്യുന്നു, മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരാണ്. സോ ഓൾവേസ് നമ്മൾ IIM പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല സ്ട്രോങ് ആയ ക്വാണ്ടിറ്റേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. IIT പോലുള്ള സ്ഥാപനങ്ങളിൽ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ യു ഹാവ് എ ഹയർ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഫൈനാൻസിലുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ബിക്കോസ് നമുക്ക് ആ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഹൈലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റോൾസിന് മോർ സ്യൂട്ടബിൾ ആകുന്നത് നമ്മുടെ പോലത്തുള്ള പ്രൊഫൈലാണ്. ഞാൻ എന്തുകൊണ്ട് MBA എടുത്തു എഞ്ചിനീയറിംഗിന് ശേഷം എന്നുള്ളത്, ഞാൻ ബിസിനസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഫൈനാൻസ്, ഇതിലൊക്കെ എനിക്ക് എന്ത് ചെയ്തു, ഐ സ്റ്റാർട്ടഡ് ഹാവിങ് എനിക്കൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നേവൽ ആർക്കിടെക്ചർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള താല്പര്യം എനിക്ക് മടുപ്പായി തുടങ്ങി, എനിക്ക് ആ വർക്ക് ഇഷ്ടപ്പെടാതായി തുടങ്ങി. അതുപോലെ തന്നെ ഫൈനാൻസ് സ്ട്രാറ്റജിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് റീഡിങ്, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് സ്മോളർ ഫേംസ്. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തുമ്പോൾ പിന്നെ അതിന് പുറമെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഓണ്ടർപ്രണർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം, സ്വന്തമായി എന്തെങ്കിലും തുടങ്ങിയിട്ട് ഐ വാണ്ടഡ് ടു മേക്ക് എ ഡിഫറൻസ്. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ തോട്ട് MBA വാസ് ദ ബെസ്റ്റ് റൂട്ട്. MBA ചെയ്തു കഴിഞ്ഞാൽ അത് എന്റെ കരിയറിനെ പ്രൊപ്പൽ ചെയ്യും എന്നൊരു തോന്നൽ കാരണമാണ് ഞാൻ MBA സെലക്ട് ചെയ്യാൻ കാരണം. ഓക്കെ, അല്ല IIT എന്താ ഒരു മാസത്തിൽ 1 ലക്ഷം പൈസ എന്ത് അല്ലെ പറഞ്ഞത് നേരത്തെ? എന്ത് 1 ലക്ഷം വരെ ഇല്ലല്ലോ, നിങ്ങൾ നേരത്തെ ചോദിച്ചു. ഓക്കെ, ഇനി എങ്ങനെ ഇപ്പോ ഒരു ഇതിനുള്ള ഒരുപാട് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും ഇനി ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് IIT-കളിൽ എത്താം. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ IIT എക്സാംസിന്റെ പാറ്റേൺ എങ്ങനെയാണ്? IIT 2 ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട്. ഒന്ന് JEE മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. JEE മെയിൻസ് ആണ് ആദ്യം വരുന്ന എക്സാം. ആ JEE എക്സാം ഒരു JEE മെയിൻസ് ഒരു ക്വാളിഫയിങ് എക്സാമും കൂടിയാണ്. ഓക്കെ, ആ ക്വാളിഫയിങ് എക്സാമിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് 2.5 ലാക്ക് സ്റ്റുഡൻസിൽ, അതായത് മേ ബി എത്ര പെർസെൻറ്റേജ്, മേ ബി ഒരു 80% എബോവ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ചാൻസ് ടു അപ്പിയർ ഇൻ JEE അഡ്വാൻസ്ഡ്. അങ്ങനെ JEE അഡ്വാൻസ്ഡും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ IIT-കളിലോട്ടുള്ള അഡ്മിഷൻ കിട്ടുക. JEE മെയിൻസ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് NIT-യിലോട്ട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, JEE മെയിൻസ് എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു എക്സാം ആണ്. 2 സെഷൻസ് ആണ് ഉള്ളത്. ഒരു സെഷൻ ജനുവരിയിലും പിന്നെ ഒരു രണ്ടാമത്തെ സെഷൻ ഏപ്രിലിലുമാണ് ഉള്ളത്. പിന്നെ ഓൺലൈൻ ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് 2 ഷിഫ്റ്റ് ആയിട്ടാണ്, അതായത് മൊത്തം 2 ഷിഫ്റ്റ്, ഓരോ സെഷനിലും 2 ഷിഫ്റ്റ്, അതായത് മൊത്തം 4 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്സും ഓരോ ഇൻകറക്റ്റ് ആൻസറിന് -1 മാർക്കും കിട്ടും. ഓക്കെ, അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്ലസ് മാർക്കും ഇല്ല, മൈനസ് മാർക്കും ഇല്ല. അങ്ങനെയാണ് JEE മെയിൻസ് ഉള്ളത്. അങ്ങനെ JEE മെയിൻസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് JEE അഡ്വാൻസ്ഡ് എക്സാം ഉള്ളത്. JEE അഡ്വാൻസ്ഡ് IIT-കളാണ് നടത്തുന്നത്. അതിൽ ടോപ്പ് 2.5 ലാക്ക് കാൻഡിഡേറ്റ്സ്, JEE മെയിൻസ് ക്ലിയർ ചെയ്യുന്ന 2.5 ലാക്ക് കാൻഡിഡേറ്റ്സിനാണ് JEE അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റുന്നത്. ജൂണിലാണ് JEE അഡ്വാൻസ്ഡ് നടത്തുക. ബേസ്ഡ് ഓൺ ക്വാളിഫൈഡ് സ്റ്റുഡൻസിന് JEE അഡ്വാൻസ്ഡിൽ 2 സെറ്റ് ഓഫ് പേപ്പേഴ്സ് ആണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. 2ലെ സ്കോറും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ JEE അഡ്വാൻസ്ഡിൽ മേ ബി ടോപ്പ് 15,000 റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IIT-കളിൽ എന്ത് കിട്ടും, അഡ്മിഷൻ കിട്ടും. ടോട്ടൽ IITസിൽ ഓൾമോസ്റ്റ് 17,000 സീറ്റ്സ് ആണുള്ളത്. അത് നിങ്ങൾക്ക് 20,000 17,000 റാങ്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും IIT-യിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള സീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
പിന്നെ IIT അഡ്മിഷൻ നടത്തുന്നത് ഈ സീറ്റ് അലൊക്കേഷൻ, ജോയിന്റ് സീറ്റ് അലൊക്കേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിന്റെ IITs, അവരാണ് JEE അഡ്വാൻസ്ഡിന്റെ റിസൾട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻസ് എടുക്കുന്നത്. IIT-കളിലോട്ടും NIT-കളിലോട്ടും IIIT, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIIT. CFTI എന്നുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ IIT JEE അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മളെ റാങ്ക് അനുസരിച്ചാണ് നമുക്ക് ഏത് ബ്രാഞ്ച് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നല്ല റാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ഏതാണോ അത് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. കുറച്ച് കുറവാണ് റാങ്ക് എന്നുണ്ടെങ്കിൽ ആ റാങ്കിനനുസരിച്ച് നമ്മളെ പ്രിഫറൻസിനനുസരിച്ചുള്ള ഒരു സീറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ IIT-യിലോട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു ജേണി ഇതാണ്. സ്റ്റാർട്ട് 11th അധിക പേരും എന്ത് ചെയ്യും, സ്കൂളിൽ നിന്ന് തുടങ്ങും. 6th 7th 8th എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ കൂടെ പഠിച്ച കേരളത്തിൽ നിന്നല്ലാത്ത കുട്ടികളെല്ലാവരും 8th 7th IIT-ന്റെ ഫൗണ്ടേഷൻ കോഴ്സുകൾ തുടങ്ങിയ കുട്ടികളാണ്. അപ്പൊ അവർ അത്ര ഏർലി ആയിട്ട് തുടങ്ങും. പിന്നെ അവർ തുടങ്ങി 11th എത്തുമ്പോഴത്തേനും അവർക്ക് നല്ലൊരു ബേസ് ഉണ്ടാവും. മാത്സിലും സയൻസിലും ഒരു നല്ല ബേസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും 11th എത്തുമ്പോൾ. പിന്നെ 11th എത്തുമ്പോൾ പിന്നെ JEE മെയിൻസും അഡ്വാൻസിനും ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ചെയ്യും, ഒരുപാട് കൺസെപ്റ്റുകൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. NCERT ബുക്കിന് പുറമെ there are multiple concepts which will be useful for JEE Advanced. JEE Advanced യൂസ്ഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്ത് ചെയ്യും, അവരിൽ റിവൈസ് ചെയ്യും, റിവൈൻഡ് ചെയ്യും, അത് ഒന്നുകൂടി പഠിച്ച് നല്ല തെറോ അതിന് ശേഷമാണ് JEE Advanced ചെയ്ത ഫസ്റ്റ് ചാൻസിൽ തന്നെ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, ഫൗണ്ടേഷനും +1 +2 നല്ല ഫോക്കസ്ഡ് ആയിട്ട് JEEക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും, ഫസ്റ്റ് ചാൻസിൽ തന്നെ JEE മെയിൻസും അഡ്വാൻസും ക്ലിയർ ചെയ്യും, IIT-കളിലെത്തും. ഇതാണ് ഒരു IIT-യിലോട്ടുള്ള ഐഡിയൽ ജേണി. എന്റെ ജേണി ഐഡിയൽ ആയിരുന്നില്ല, ഞാൻ തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 12th കഴിഞ്ഞ ഉടനെ തന്നെ JEE ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം എക്സ്ട്രാ അഡീഷണൽ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ IIT-യിൽ എത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ടോപ്പ് MBA കോളേജസ് ഏതാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM അല്ലെ, IIM ആണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മാനേജ്മെന്റ്. അതിൽ 6 IIM-കളാണ് പഴയ IIMs ഉള്ളത്. IIM അഹമ്മദാബാദ് ഉണ്ട്, IIM ബാംഗ്ലൂർ ഉണ്ട്, IIM കൽക്കട്ട ഉണ്ട്. ഇതാണ് ABC എന്ന് പറയുന്ന ടോപ്പ് 3 IIMs. ഓക്കെ, IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട. അതിനുശേഷം ലക്നൗ, കോഴിക്കോട്, ഇൻഡോർ, അതും ടോപ്പ് IIM തന്നെയാണ്. പിന്നെ IIM-ന് പുറമെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ISB എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു ബിസിനസ് സ്കൂളുണ്ട്. XLRI ജംഷഡ്പൂർ, FMS ഡൽഹി. പിന്നെ IIT-കൾ നേരത്തെ പറഞ്ഞ IIT-കൾ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ SB ജെയിൻ, പിന്നെ പുതിയ IIM-കൾ. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള ടോപ്പ് MBA കോളേജസ്. ഇനി IIM-ലോട്ട് എങ്ങനെ കടക്കാം? നേരത്തെ പറഞ്ഞൊരു മാർഗമുണ്ട്. +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലോട്ട് അഡ്മിഷൻ നേടാം. IIM ഇൻഡോറിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അത് നിങ്ങൾക്ക് ഡിഗ്രി തരും, അതിന്റെ കൂടെ തന്നെ MBA തരും. 5 year പ്രോഗ്രാമാണ്, അത് കഴിഞ്ഞാൽ കിട്ടും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന IIMs കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ 3 പാർട്ടാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അതായത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്, അങ്ങനെ ഒരു സെഷൻ ഉണ്ട്. പിന്നെ വേർബൽ എബിലിറ്റി, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രത്തോളം സ്ട്രോങ് ആണ്. ഈ 3 ടെസ്റ്റിനും ക്വാളിഫയിങ് മാർക്സ് ഉണ്ട്. നല്ല ടോപ്പ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ബി കോൾ ഫോർ ദ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓരോ പാർട്ടിനും കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ടോപ്പ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനുള്ള കോൾ വരും. ഇന്റർവ്യൂവിനുള്ള കോൾ വരുന്നത് കാറ്റിന്, ഈ എക്സാമിനുള്ള സ്കോറും പഴയ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളെ ഡിഗ്രിക്കുള്ള നിങ്ങളുടെ അക്കാദമിക്സും എത്ര സ്ട്രോങ് ആണ് നിങ്ങളുടെ അക്കാദമിക്സ്, നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ഡൈവേഴ്സിറ്റി, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനത്തെ ഡൈവേഴ്സിറ്റി സ്കോറും ഈ സ്കോറുകളിലെല്ലാം വെച്ചിട്ട് ഒരു റാങ്കിങ് ഉണ്ടാക്കും. അതനുസരിച്ചാണ് ഈ IIM-ലോട്ടുള്ള ഇന്റർവ്യൂ കോൾ കിട്ടുക. ഇന്റർവ്യൂവിന് ഒരു റിട്ടൺ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അതായത് നമുക്കൊരു essay എഴുതാൻ തരും. ആ essayയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടെ തന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്.
ഈ രണ്ട് ഇതിലെ സ്കോറും എല്ലാ സ്കോറിന്റെയും കൂടി വെയിറ്റേജ്, അതായത് കാറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ, നിങ്ങളുടെ റിട്ടൺ എബിലിറ്റി ടെസ്റ്റിന്റെ, നിങ്ങളുടെ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ, ഇതിന്റെ എല്ലാം സ്കോറിന്റെ വെയിറ്റേജ് വെച്ചിട്ടാണ് നിങ്ങളെ റാങ്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ആ റാങ്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IIM-ലോട്ടുള്ള അഡ്മിഷൻസ് കിട്ടും. ഓക്കെ. പിന്നെ പിന്നെ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തിന് IIT പോലുള്ള സ്ഥാപനത്തിൽ പോയതിന് ശേഷം IIM പോലുള്ള സ്ഥാപനത്തിൽ പോകണം, അല്ലേ? IIT പോലെ തന്നെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് MBA സ്കൂളാണ് IIMs. അപ്പൊ IIMs പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ഹ്യൂജ്. ഞാൻ നേരത്തെ IIT പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള കുട്ടികൾ വളരെ നല്ല ഭയങ്കര ഹൈ കാലിബറുള്ള സ്റ്റുഡൻസ് ആണ്. അങ്ങനത്തെ പിയേഴ്സിന്റെ കൂടെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ തന്നെ വി വിൽ ഓൾസോ ഇംപ്രൂവ് അല്ലോ, വി വിൽ ഓൾസോ ലേൺ അല്ലോ. ഓക്കെ, വി വിൽ ഓൾസോ അപ്ലൈ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി ഹാവ് ലേൺഡ്. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇങ്ങനെയുള്ള ക്യാമ്പസുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല, എൻ്റെ ഒരു പ്രൊഫസറിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതുപോലത്തുള്ള പ്രൊഫസർ. അതായത് ഇപ്പൊ പറയാനുണ്ടെങ്കിൽ രഘുറാം രാജനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? രഘുറാം രാജൻ എന്ന് പറയാൻ, ഓക്കെ, രഘുറാം രാജനെ കുറിച്ച്, ചേതൻ ഭഗത്തിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ. ഇവരൊക്കെ ഇതേപോലെ തന്നെ ആദ്യം IIT പോയി. ഇപ്പോ രഘുറാം രാജൻ സർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം IIT ഡൽഹിയിലാണ് പഠിച്ചത്. IIT ഡൽഹിയിൽ ഇലക്ട്രിക്കലാണ് പഠിച്ചത്. അതിനുശേഷം IIM അഹമ്മദാബാദിൽ പഠിച്ചത്. അതുപോലെ തന്നെ ചേതൻ ഭഗത്ത് ആണെന്നുണ്ടെങ്കിൽ സെയിം IIT ഡൽഹി, ദെൻ IIM അഹമ്മദാബാദ്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര്, ഒരുപാട് പ്രശസ്തരായ ആൾക്കാരൊക്കെ ഇതുപോലെ പോയ ആൾക്കാരാണ്. അതായത് IIT ആദ്യം പോയി, അതിനുശേഷം IIM-ൽ പോയി, പിന്നെ റിസർച്ച് ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലോട്ടോ പോയ ആൾക്കാർ. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ആ ഒരു ക്രൗഡിന്റെ കൂടെ പഠിക്കാൻ, ആ ഒരു ക്രൗഡിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ യുണീക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് IITസും IIMs ഒക്കെ തരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ ഈ പ്രസന്റേഷന്റെ ടൈറ്റിൽ ഞാൻ വെച്ചതാണ്, എന്തുകൊണ്ട് നിങ്ങൾ IITയിൽ IIM-ൽ എയിംസിലൊക്കെ പോയി പഠിക്കണം. അതിനുള്ള മെയിൻ റീസൺ ഇതാണ്, നിങ്ങളെ കൂടെ പഠിക്കുന്നവര്, നിങ്ങളെ പഠിപ്പിക്കുന്നവര്, നിങ്ങളുടെ നെറ്റ്വർക്കിൽ വരുന്നത്, നിങ്ങൾ ഇവിടെ പഠിച്ചത് കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെറ്റ്വർക്ക്സ്, ഇതൊക്കെ വളരെ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, വളരെ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ, അതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് IITകളിൽ IIM നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അതിനൊക്കെ പുറമെ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് നല്ല ജോലി കിട്ടുമെന്ന് പറയുമല്ലോ, അതിന്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അവിടെ കിട്ടുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടി IITസും IIMസും തരും. ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും, ടോപ്പ് മോസ്റ്റ് കമ്പനീസ് ആയ ഇപ്പോൾ മെക്കിൻസി, BCG പോലുള്ള കൺസൾട്ടിംഗ് ഫേംസ് ആണെന്നുണ്ടെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആയ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി, പിന്നെ ആപ്പിൾ, NVIDIA, സാംസങ്, ഇങ്ങനത്തെ എല്ലാ കമ്പനീസും എന്ത് ചെയ്യും, IITസിനും IIMസിനും വരുന്ന റിക്രൂട്ട്മെന്റ് നടത്തും. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ടോപ്പ് ജോബ്സ് ആണ് നിങ്ങൾ എയിം ചെയ്യുന്ന, നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളാണ് IITസും IIM. ഓക്കെ. ഇനി അവസാനമായിട്ട് ഞാൻ PTM കഴിഞ്ഞു, IIT കഴിഞ്ഞു, IIM കഴിഞ്ഞു, എന്തിനാണ് ഞാൻ XNY എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തത്? ഞാൻ XNYയിലുള്ള XNY എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്റ്റാർട്ടപ്പ്, അവരുടെ ആ വിഷനോട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരുപാട് യോജിച്ചു പോകുന്ന, ഞാനും ആ വിഷനിൽ വർക്ക് ചെയ്യണം എന്ന്, ആ വിഷനോടൊപ്പം വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരണം. നിങ്ങളെപ്പോലത്തുള്ള കുട്ടികളെല്ലാവരെയും IIT, IIM പോലുള്ള നല്ല ടോപ്പ് സ്ഥാപനത്തിലെത്തണം, ടോപ്പ് പൊസിഷൻസിലെത്തണം, നിങ്ങളൊക്കെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആവണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്കൊന്നും ഞാൻ ഈ ഒരു സമയത്ത്, നിങ്ങളൊക്കെ 6ലും 10ലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇങ്ങനത്തെ കരിയർ പരമായ കാര്യങ്ങൾ, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു തരാനൊന്നും ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് XNY.
നിങ്ങളൊക്കെ ഇങ്ങനത്തെ പൊസിഷനിൽ IIT-കളിലോ IIM എത്തണം എന്ന് വളരെ ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് XNY. അപ്പൊ അങ്ങനത്തെ ഒരു XNY അതേ ഒരു വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഐ കുഡിൻ റെസിസ്റ്റ്, ഐ കുഡിൻ സേ നോ ടു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ XNY-യിൽ ഈവൻ എൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ ഇങ്ങനെ അല്ലായിരുന്നുണ്ടെങ്കിലും എനിക്ക് പുറത്തുനിന്ന് വേറെയും പല ഓഫേഴ്സ് ഉണ്ടായിരുന്നു പേടിഎമ്മിന്റെ പുറത്ത്. എന്നിട്ട് അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ XNY-യിൽ ജോയിൻ ചെയ്യും. കാരണം ഈ ഒരു കോഴ്സാണ്, ഈ ഒരു കോഴ്സിലുള്ള വിശ്വാസമാണ്. ഓക്കെ, പിന്നെ അതിന് പുറമെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക, ആ ഒരു എക്സ്പോഷർ കിട്ടാൻ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ലേണിംഗ് ഫോർ എന്റെ പേഴ്സണലി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എനിക്കൊരു ഓണ്ടർപ്രണർ ആവുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെയുള്ള ഒരു സിനാരിയിൽ, അതുപോലെയുള്ള ഒരു സറൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഞാൻ ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം. നമ്മൾ ഓൾറെഡി 1 hour 10 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും മടുത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഐ വിൽ ബി ഹിയർ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ. സർ, ഞാൻ ചോദിക്കാം, നമ്മുടെ XNY-യില് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന കുറെ പേര് ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോട് എന്താണ് സാറിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യാത്ത കുട്ടികളോട് എന്താണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? എനിക്ക് ഫൗണ്ടേഷൻ ചേർന്ന കുട്ടികളോട് പറയാനുള്ളത്, ഫസ്റ്റ് പറയാനുള്ളത് അവരോട് അവർ ചെയ്ത് വളരെ എനിക്കൊന്നും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ IIT-യെ കുറിച്ച് അറിയുന്നത് മേ ബി +1 +2 എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത്ര ഏർലി തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഈ IITians-ന്റെ കൂടെ NITians-ന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യാനും അവരിൽ നിന്ന് ഈ പാഠങ്ങൾ പഠിക്കാനും പറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഇറ്റ്സ് എ ഹ്യൂജ് പ്ലസ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഹ്യൂജ് പ്ലസ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വെച്ചിട്ട് തന്നെ ഇഫ് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ പ്രോഗ്രസ്, നിങ്ങൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഈ ഒരു 3-4 വർഷം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 100% നിങ്ങൾ +2 കഴിയുമ്പോൾ +2-ന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് IIT പോലെ എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് വിടാൻ പാടില്ല. നിങ്ങൾ അവർ പറയുന്നത് പോലെ അവർ പറയുന്ന ഷെഡ്യൂളിനനുസരിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു അറിവ് പ്രകാരം ഇത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഒന്നല്ല. ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഫോക്കസ് ചെയ്ത് പോവാണ്, ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീച്ച് ഇൻ ടു ആൻ IIT ഓർ എയിംസ് ബൈ ദ ടൈം യു ക്ലിയർ യുവർ +12. നിങ്ങൾക്ക് 12ന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്താൻ പറ്റും. ചോദിക്കൂ, ആരാണ് ചോദിച്ചത്? ഹലോ. സർ, ഫഹമി ചോദിക്കൂ. ഈ ഒരു RBI-യില്, അതായത് RBI-യില് തിരഞ്ഞെടുക്കുന്ന ആൾക്കാര് IIM ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അലുമിനീസ് ആണ് മിക്ക ആൾക്കാരാണ്? അല്ല, അലുമിനീസ് അല്ല. അത് രഘുറാം രാജൻ സാറിന്റെ കേസ് എന്ന് പറഞ്ഞാൽ മൂപ്പര് IIM കഴിഞ്ഞു, IIT കഴിഞ്ഞു, IIM കഴിഞ്ഞു. പിന്നെ ഒരുപാട് റിസർച്ചുകൾ, എക്കണോമിക്സിൽ ഒരുപാട് റിസർച്ചുകളും ഒരുപാട് ഒരുപാട് പഠനങ്ങൾ നടത്തി അക്കാദമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അയാൾ അക്കാദമിയിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, RBI ഗവർണറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട് സർ. എനിക്ക് ഇതിലായിട്ട് എന്റെ അംബിഷൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഗ്രേഡ് 6 സ്റ്റുഡന്റ് ആണ്. അപ്പോ ഞാൻ നാളെ ഇപ്പോ ഞാൻ എന്താ ഫോക്കസ് ചെയ്യുന്നത് എന്റെ അംബിഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിട്ട്?
നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? നമുക്കൊരു എന്താണ് ഈ ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യുമല്ലേ, ആ ബിൽഡിംഗ് ഡിസൈനർ. അതായത് സിവിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ആവാനാണ് താല്പര്യം അല്ലേ? അപ്പോ താല്പര്യങ്ങൾ എന്ത് ചെയ്യും? താല്പര്യങ്ങൾ എപ്പോഴും എന്താവില്ല, സ്റ്റാറ്റിക് ആവില്ല, അതായത് സാക്രോസെന്റ് ആവില്ല. അതായത് ഇപ്പൊ ഉള്ള താല്പര്യം കാലാകാലം നമ്മളെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ? ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കാണ്, നാസിമെ, നാസിം നല്ല ഉറക്കത്തിലാണ്, ഒരു 12 മണി 1 മണിയായി നേരം, നല്ല ഉറക്കത്തിലാവുമ്പോ നാസിമിനെ വിളിച്ചെണീച്ചിട്ട് നാസിമിനോട് ചോദിക്കാണ്, നാസിമെ നീ എനിക്കൊരു ബിൽഡിങ്ങിന്റെ ഒരു പ്ലാൻ വരച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസിം എന്താ എന്നോട് പറയാ? അറിയില്ല. നാസിമിനെ ചീത്ത അറിയാം ഉറക്കത്തിന് വിളിച്ചെഴുന്നേൽപ്പിച്ചതിന്? അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ആൾക്കാരോട് പറയല്. ഓക്കെ, അതായത് നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ വിളിച്ചിട്ട് നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയാണ്, അത് നമുക്ക് അത്ര ഇഷ്ടമാണ്, നമ്മൾ എത്ര ഉറക്കത്തിലാണ് എത്ര രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ പാഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പോ ഒരു ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോട് രാത്രി വിളിച്ചിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, രാത്രിയാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്നിട്ട് എന്ത് ചെയ്യും, ട്രിപ്പിന് പോകും അല്ലെ? അതേപോലെയുള്ള ഒരു പാഷന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ ഒരു സമയത്ത് നാസിമിന് തോന്നുന്നത് ചിലപ്പോൾ ആർക്കിടെക്ട് ആവാനാവും, സിവിൽ എഞ്ചിനീയർ ആവാനാവും, അത് മേ ബി ചേഞ്ച് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ബേസ് ഈ എന്തൊരു കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ +1 +2 10ാം ക്ലാസ് വരെ എനിക്ക് പഠിച്ചുകൊണ്ട് ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയർ എന്ന് വിചാരിച്ചാല് ഞാൻ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നാസിം എത്രാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞത്? 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിലല്ലേ? എനിക്ക് ഇപ്പൊ നാസിം ഫോക്കസ് ചെയ്യുന്ന നാസിമിന്റെ മാത്സിലും നാസിമിന്റെ EVSും സയൻസിലും ഒക്കെയാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ, നമ്മളെ മാത്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ സയൻസ് ആണ്, EVS ആണെന്നുണ്ടെങ്കിലും ഇതാണ് എല്ലാത്തിനുള്ള ബേസ്. ആ ബേസ് നമ്മൾ സ്ട്രോങ് ആക്കുക. അങ്ങനെ സ്ട്രോങ് ആയി വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പുതുത് പഠിക്കും. അപ്പൊ നമുക്ക് പല പുതിയ താല്പര്യങ്ങളും വരും, പല പഴയ താല്പര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, താല്പര്യമല്ലാതാവും. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, മാത്സും സയൻസും ഒക്കെ ഫോക്കസ് ചെയ്ത് പോകും. ഓക്കെ, ഇങ്ങനെയുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. ഇപ്പൊ ആർക്കിടെക്ട് ആവാനും സിവിൽ എഞ്ചിനീയർ ആവാനും എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാം, ഇന്റർനെറ്റിൽ നിന്നൊക്കെ വായിക്കുക അല്ലെ? ഓരോ ഓരോ ബിൽഡിങ്ങിനെ കുറിച്ച്, ഇപ്പൊ ഐഫൽ ടവർ എങ്ങനെ നിർമ്മിച്ചു, പിസയിലെ സ്റ്റാൻഡിംഗ് ടവർ എങ്ങനെ അങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണ്, അപ്പൊ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പം അങ്ങനെ അതിനായിട്ടുള്ള താല്പര്യം, പിന്നെ ആ താല്പര്യത്തിന് പുറമെ അതിനോടുള്ള ഫിസിക്സ്, അതിനുള്ള മാത്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പാഷന് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അതിന് കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന സ്കൂളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ സാറേ, ഈ IITക്ക് ശേഷം ഫോറിന് പോകാൻ പറ്റുമോ? IITക്ക് ശേഷം ഫോറിനില് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാൻ പറ്റുമോ? ഓ, ഫോറിനിലുള്ള മാസ്റ്റേഴ്സിന്, ഇന്ത്യയിൽ നിന്ന് ഫോറിനിലോട്ട് മാസ്റ്റേഴ്സിന് പോകാനുള്ള ഏറ്റവും ബെസ്റ്റ്, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് IIT പോവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, IITയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്, മറ്റുള്ള കോളേജുകൾക്കാളുള്ള ഫെസിലിറ്റീസ്, റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്. പിന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ് ഓൾറെഡി ഭയങ്കര ഹൈലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന പ്രൊഫസറാണ് അവിടെ ഉള്ളതൊക്കെ. അപ്പോൾ വിദേശത്ത് ഫോറിനിലോട്ട് PG ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് ഒരു SOP ഉണ്ടാക്കണം, ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം, റെഫറൻസ് കൊടുക്കണം. അപ്പോൾ IIT പോലുള്ള സ്ഥാപനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റെഫറൻസ് നല്ല റെഫറൻസ് കൊടുക്കാൻ പറ്റുക, നല്ല പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റുക, ഇതൊക്കെ നല്ല ആയിട്ട് ചെയ്യാൻ പറ്റിയ IIT പോലുള്ള സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങളെ ഫോറിനിൽ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അതുപോലെ തന്നെ കൂടും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലല്ല, ടോപ്പ് ആയിട്ടുള്ള കോളേജ്. എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേര്
MIT, ഹാർവേഡ്, സ്റ്റാൻഫോർഡ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് PG ചെയ്ത ആൾക്കാരുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ IIT പോലുള്ള സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, ആ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. ഹലോ സാറേ, ആ റസീൻ ചോദിക്കും. പിന്നെ ഞാനിപ്പോ 10ാം ക്ലാസ്സിലാണ്. അപ്പോ ഓക്കെ, IITക്ക് വേണ്ടിയിട്ട് ഏത് വിഷയത്തിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? സയൻസ് ആൻഡ് മാത്സ്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ സയൻസിലും മാത്സിലുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോ അതിനായിട്ട് ഏത് ഫീൽഡിൽ നിന്നാണ്, ഫിസിക്സ് നിന്നാണോ കെമിസ്ട്രി നിന്നാണോ, ഏത് ഫീൽഡിൽ നിന്നാണ്? സയൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഏത് ഫീൽഡിൽ നിന്നാണ് കൂടുതൽ? മൂന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. IITക്ക് പോകാനെന്നുള്ള എൻട്രൻസ് എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, ഈക്വൽ മാർക്സ് ആണ്. അപ്പൊ സാറേ ഈ ബയോ ഓക്കെ, സയൻസ് പിന്നെ സാറേ ഈ സയൻസ് ആണോ നല്ലത്? അതായത് എഞ്ചിനീയറിങ്ങിന് പോകാനാണെന്നുണ്ടെങ്കിൽ, IITയിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ ബയോ സയൻസ് ആണ് പഠിച്ചത്. കാരണം എന്റെ പാരന്റ്സിന് എന്നെ MBBS ആക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാലും അതുകൊണ്ട് ഞാൻ ബയോ സയൻസ് ആണ് എടുത്തത്. ബട്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുക, ആൾക്കാരോട് അവരുടെ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറയാം. ഡാറ്റാ സയൻസ്. ഹലോ ഹലോ, ആ എന്റെ മോന് 9th പഠിക്കുന്നത്. ഞാൻ അവന് വേണ്ടിട്ടാ ചോദിക്കുന്നത്. അവന് ഓക്കെ. IT ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ അവന് ആഫ്റ്റർ 10th കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവനെ ഒരു ഇതിലോട്ട് തിരിച്ചുവിടണ്ടേ? എന്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു? IT. IT. അപ്പോ IT അതായത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു പാർട്ടാണ് IT എന്നുള്ളത്. ഓക്കെ, അപ്പോ അതിലോട്ട് ഇപ്പോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. പല എഞ്ചിനീയറിംഗ് കോളേജിലും ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോളേജസ്, ഞാൻ പറഞ്ഞ പോലെ IITs പോലുള്ള കോളേജസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. അവിടെ എത്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ ഒരു NIT വരെ എത്തും. ബട്ട് നമ്മളെ ടാർഗറ്റും നമ്മളെ പ്രിപ്പറേഷനും അങ്ങനത്തെ ഒരു IIT പോലുള്ള സ്ഥാപനത്തിൽ എത്താൻ വേണ്ടി ആവണം. ഓക്കെ. അപ്പൊ അതിന് ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എയ്സ് ചെയ്യണം. അതായത് JEE മെയിൻസിൽ നമ്മൾ നന്നായി അറ്റംപ്റ്റ് ചെയ്യണം, നന്നായിട്ട് റിസൾട്ട് വാങ്ങണം. JEE അഡ്വാൻസിലും അതുപോലെ തന്നെ നമ്മൾ പെർഫോം ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IIT പോലുള്ള സ്ഥലത്ത് കമ്പ്യൂട്ടർ സയൻസിന് വളരെ, അതായത് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ. അപ്പൊ ഒരു നല്ല വെരി ഗുഡ് റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IITകളിൽ ഏറ്റവും ഓൾഡ് IITs. ഓക്കെ. അപ്പൊ ഈ IITയിലോട്ടുള്ളത് എപ്പോഴാണ് ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശരിക്കും? എത്രാം ക്ലാസ്സിലാണ് കുട്ടി എന്ന് പറഞ്ഞത്? ഇപ്പൊ 9th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ടാക്കും. അവന് ഭയങ്കര നോളജ് ആണ് അതിന്. ഭയങ്കര നോളജ് ആണ് അവന്. ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ വെബ്സൈറ്റ്. ഇപ്പൊ എന്റെ കസിനൊക്കെ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതൊന്നും എവിടെയും പഠിച്ചിട്ടൊന്നുമല്ല. അവന് അങ്ങനെ ഇങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എന്തായാലും അവർക്ക് എന്ത് ചെയ്യും, ദേ വിൽ സക്സീഡ്. മേ ബി ഒരു ലോവർ കോളേജിൽ പോയി കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും, സക്സീഡ് ചെയ്യും. കാരണം അവർക്ക് ആ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ കഴിയുന്നതും അവരെ ഏറ്റവും ടോപ്പ് കോളേജിൽ എത്തിക്കും. അപ്പോഴേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അതിനിപ്പോ 9th ആയതുകൊണ്ട് 9th ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ, ഞാൻ പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബേസ് മാത്സും ആ ഇൻട്രസ്റ്റിനോട് കൂടി മാത്സും ഈ സയൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ. കാരണം ഈ എൻട്രൻസ് എക്സാമിനേഷന് അവന്റെ IT സ്കിൽസ് ആരും പരീക്ഷിക്കൂല. ഹലോ, അതിന്റെ ഇടയ്ക്ക് എന്തോ നിങ്ങളെ വോയിസ് ഒന്ന് ബ്രേക്ക് ആയി. ഓക്കെ. അപ്പൊ ഇതിന് വേണ്ട നിങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ എന്താണ് നിങ്ങളുടെ ഇത് കണ്ടത്. അപ്പൊ എനിക്കതിന്റെ നിങ്ങളുടെ ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഞങ്ങളൊരു ഫൗണ്ടേഷൻ
പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അതായത് 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ ഫിസിക്സിന്റെ ഒരു ട്രെയിനിങ്, അതായത് ആ കോമ്പറ്റേറ്റീവ് ലെവൽ ഓഫ് എക്സാമിനേഷൻ, ഒളിമ്പിയാഡ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് NTSE മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതുപോലത്തെ എക്സാമുകളും ഈ JEE നീറ്റ് പോലുള്ള എക്സാമുകൾക്കുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, XNY പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ ആ കോഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഞാൻ തരാം. തരൂ. ഇവിടെ നമ്പർ ഹവാസ് ഇവിടെ താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ചാറ്റ് വിളിച്ചാൽ ബോക്സിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ചാറ്റ് ബോക്സിലോ? കാണുന്നില്ലല്ലോ. സാറേ ഹലോ. എന്റെ സ്ക്രീന് വിസിബിൾ ആണല്ലോ. ഓക്കെ, ബട്ട് അതൊരു ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എന്റെ ഇമെയിൽ ID ആണ്. നേരത്തെ ചോദിച്ച കുട്ടികൾക്ക് വേണ്ടി എന്റെ ഇമെയിൽ ID, എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇമെയിൽ IDയിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ ഇത് XNYന്റെ ഫോൺ നമ്പർ ആണ്. ഈ ഒരു ഡീറ്റെയിൽസ്, കൂടുതൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. സാറേ ഹലോ ഹലോ. ഹലോ, പറയൂ. സാറേ ഈ പരീക്ഷ JEE സാറ് പറഞ്ഞില്ലേ JEE അഡ്വാൻസും മെയിൻസും. അതെ. വരിക അതോ സാധാ 2 marks 4 marks അങ്ങനെയാണോ എങ്ങനെ ടൈപ്പ് വരിക? OMRല്, അതായത് നേരത്തെ പറഞ്ഞ പോലെ JEE എക്സാംസ് ഇങ്ങനെ പാറ്റേൺ ഇങ്ങനെയാണ്. മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, പിന്നെ അഡ്വാൻസ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്. മെയിൻസിന് കമ്പ്യൂട്ടർ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫുൾ ഉണ്ടാവുക. കറക്റ്റ് ആൻസറിന് 4 മാർക്സും ഇൻകറക്റ്റ് ആൻസറിന് -1 മാർക്കും ആണ് ഉണ്ടാവുക. ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ഒക്കെ വൺ വേർഡ് അല്ല, ഒക്കെ എന്താണ്, വൺ വേർഡ് അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവും. പ്രോബ്ലംസ് ഉണ്ടാവും, ചിലത് കൺസെപ്റ്റ് ബേസ്ഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും, ചിലത് ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നമ്മളൊരു പ്രത്യേക കോഴ്സ് എടുത്ത് ചെയ്യണോ അതോ നമുക്ക് പൊതുവായിട്ട് +2 വരെ കിട്ടുന്ന സയൻസും മാത്സും നല്ലോണം ഡീപ്പായിട്ട് പഠിച്ചാൽ മതിയോ? സയൻസും മാത്സും നല്ല ഡെപ്തിൽ പഠിക്കണം, ഓക്കെ. പക്ഷേ NCERT സിലബസിനേക്കാൾ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കേണ്ടി വരും അഡ്വാൻസ്ഡ് പോലുള്ള എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ. അപ്പോ നമ്മള് പുറത്തുനിന്ന് ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളതാണോ ഒരു ശരിയായിട്ട് തോന്നുന്നത് സാറിന്? പുറത്തുനിന്ന് കോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ കോമ്പറ്റീഷനിൽ എവിടെ നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും അസസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു പരീക്ഷ ചെയ്താണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ JEE പോലുള്ള എക്സാം ഒക്കെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ്, റൈറ്റ്. നമ്മൾ പാസ്സാകുന്നത് മാത്രമല്ല അതിന്റെ ഒരു അങ്ങനെയല്ല അതിന്റെ ഒരു റാങ്ക് നിശ്ചയിക്കുന്നത്, അല്ലെ. നമ്മൾ അതായത് റാങ്ക് ലിസ്റ്റ് തന്നെ വേണം. 10 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമനായി കഴിഞ്ഞാലേ രണ്ടാമനായേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കോമ്പറ്റീഷനിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിലോട്ട്, കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിലോട്ട് മാറണം. അപ്പൊ കോച്ചിങ് സ്ഥാപനങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ്. 10 കോച്ചിങ് സ്ഥാപനത്തിൽ ഒരു 20 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രാമതാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എത്ര പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ കോച്ചിങ് സ്ഥാപനങ്ങൾക്കും ഒരു ഗൈഡ് ലൈൻസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്നതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി പഠിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. സാറേ പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലഭ്യമാണോ, കിട്ടുമോ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. ഓൺലൈനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്കുകൾ വാങ്ങുന്നുണ്ട്. എന്ത്
സോറി, പ്രിയർ മുമ്പുള്ള ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാം കിട്ടും. അതാ ഞാൻ കിട്ടാൻ പറഞ്ഞത്. വഴിയുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ചില ബുക്കുകൾ, ചില പബ്ലിഷിംഗ് ഹൗസസ് ഇങ്ങനത്തെ ബുക്ക്ലെറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. സർ സർ അപ്പൊ എനിക്ക് സിവിൽ സർവീസിലേക്ക് പോകാനാണ് താല്പര്യം. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗിനോട് താല്പര്യമുണ്ട്. അപ്പം IIT-യിലൊക്കെ ചേരാനായിട്ട് താല്പര്യമുണ്ട്. ആ അപ്പോ നമ്മള് ഈ പല പല IIT-കൾ ഉള്ളപ്പം നമ്മള് ഈ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടതാണ്. ഇപ്പൊ IIT മദ്രാസിനേക്കാളും കുറച്ചുകൂടി ഇതിന് സിവിൽ സർവീസിന് കുറച്ചുകൂടി നല്ലത് IIT ഡൽഹിയാണ്. അപ്പൊ അതിനോട് എന്തെങ്കിലും ഉണ്ടോ അഭിപ്രായം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് IIT ഡൽഹി ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡൽഹിയിൽ സിവിൽ സർവീസും കോച്ചിങ്ങിന്റെ ഒരു മെയിൻ ഏരിയ ആണ്. ഇപ്പോ IIT കോച്ചിങ്ങിന് കോട്ട, IIT കോച്ചിങ്ങിന് ഹൈദരാബാദ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സിവിൽ സർവീസിന് കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർ അധികവും പോകുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. സിവിൽ സർവീസ് കോച്ചിങ്ങിനുള്ള ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് കോച്ചിങ് ക്ലാസ്സസ്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം പഠിക്കുന്ന ആൾക്കാർ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. അപ്പൊ ആ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടിയ സ്ഥലമാണ് ഡൽഹി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന എല്ലാവരും പറയുന്ന IIT ഡൽഹിയിലാവുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് IIT ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് പറയുന്നത്. ഓക്കെ, അത് വിചാരിച്ച് വേറെ IIT പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരം കിട്ടൂല എന്നല്ല. വേറെ IIT പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സിമിലർ അവസരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് പക്ഷെ എന്ത് കിട്ടൂല, ഡൽഹി എന്ന സ്ഥലത്തുള്ള അഡ്വാൻറ്റേജ് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചാറ്റ് ബോക്സിൽ കണ്ടു. അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണം അവസാനം കണ്ട എന്റെ മകൻ നീഡ്സ് ടു ബി എ ജഡ്ജ് ആവുമ്പോ ജഡ്ജിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് LLB ചെയ്യണം. LLB ചെയ്തിട്ട് ഒരുപാട് കാലത്തെ പ്രാക്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ജഡ്ജ് ആവാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഒരുപാട് നോളജ് ഉള്ള ഒരാളല്ല. അപ്പോ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ നിങ്ങൾ എന്റെ മെയിൽ ID അയച്ചു കഴിഞ്ഞാൽ I ക്യാൻ ഹെൽപ്പ് യു വിത്ത് എ കോണ്ടാക്ട്. ഒരു കോണ്ടാക്ട് ഞാൻ ഒപ്പിച്ചു തരാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന, കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരുടെ കോണ്ടാക്ട്സ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ റിപ്ലൈ തരാം. എന്റെ എപ്പോഴും ഇന്റർനെറ്റിൽ എഞ്ചിൻ, ജെറ്റ് എന്നിവ അതിനെ മോഡൽ ഉണ്ടാക്കുക, അപ്പോൾ അവന് അതിനല്ലേ താല്പര്യം. അങ്ങനെ, അതായത് എഞ്ചിനെ കുറിച്ച്, റോബോട്ടിക്സിനെ കുറിച്ച് താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കഴിയുന്നതും പ്രോത്സാഹപ്പെടുത്തണം. ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഇൻട്രസ്റ്റ് കഴിയുന്നതും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കുക. പക്ഷെ ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ ഒരു ഹയർ ലെവൽ അച്ചീവ്മെന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു നല്ലൊരു പ്രൊഫഷണൽ കോളേജിൽ നിന്നുള്ള ഒരു ഡിഗ്രി അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. IIT പോലെ NIT പോലുള്ള സ്ഥാപനത്തിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് ആ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കൂടുതലാവും. ഇപ്പൊ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതിന് പകരം ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമ്മൾ കഴിയുന്നതും അങ്ങനത്തെ സ്ഥലത്ത് വരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സാറേ, IIM-ന്റെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുമോ? IIM-ന്റെ ആദ്യം നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് IIM-ലോട്ട് പോകേണ്ടത്. IIM-ലോട്ടുള്ളത് CAT എന്ന് പറയുന്ന ഒരു എക്സാം ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. CAT-ന്റെ കൂടെ തന്നെ നമ്മുടെ അക്കാദമിക് സ്കോറും നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ മുമ്പ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈവേഴ്സിറ്റിക്ക്, ഇതിനെല്ലാം ഒരു വെയിറ്റേജ് ഉണ്ട്. ആ വെയിറ്റേജ് അനുസരിച്ച് വെയിറ്റേജുകളെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യും, CAT-ന്റെ സ്കോർ, നമ്മുടെ അക്കാദമിക്സ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ഡൈവേഴ്സിറ്റി, ഇതിന്റെ എല്ലാം സ്കോർ വെയിറ്റേജ് വെച്ചൊരു സ്കോർ ഉണ്ടാക്കും. ആ സ്കോർ അനുസരിച്ച് ഒരു റാങ്ക് പട്ടിക ഇട്ടതിന് ശേഷം ടോപ്പ് റാങ്കിലുള്ള എല്ലാവരും എന്ത് ചെയ്യും, ഇന്റർവ്യൂസിന് സെലക്ട് ചെയ്യും.
ഇന്റർവ്യൂ റൗണ്ടിൽ 2 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു റിട്ടൺ എബിലിറ്റി ടെസ്റ്റ് ആണ്. അതിനുശേഷം റിട്ടൺ എബിലിറ്റി ടെസ്റ്റിന് ശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നത് IIMലെ പ്രൊഫസർമാരും IIയിൽ പഠിച്ചിറങ്ങിയ അലുമിനൈയുമാണ്. ഈ റിട്ടൺ എബിലിറ്റി ടെസ്റ്റിൽ നല്ല സ്കോറും പേഴ്സണൽ ഇന്റർവ്യൂവിൽ നല്ല സ്കോറും കാറ്റിലും ബാക്കി കാറ്റിന്റെ ആ ഡൈവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതിലെല്ലാത്തിലും നല്ല സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ലെവൽ ഓഫ് റാങ്ക് ലിസ്റ്റ് ഇടും. അതിൽ ടോപ്പ് റാങ്ക്സ് വരികയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സെലക്ടഡ് ടു IIMs. ഓരോ ഡിഫറെന്റ് IIMസിനും ഓരോ ഡിഫറെന്റ് ക്രൈറ്റീരിയസ് ആണ്. കാറ്റിന്റെ കട്ട് ഓഫ് സ്കോർ എല്ലാ IIMസിനും ഡിഫറെന്റ് ആണ്. ഈ പ്രോസസ്സുകളെല്ലാം ഓരോരോ ഡിഫറെന്റ് IIMസിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്? IIMന്റെ എക്സാം ഞാൻ പറഞ്ഞില്ലേ 3 പാർട്ടാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്തിന്റെ സ്കില്ലാണ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി നോക്കുക. ഹയർ JEE പോലത്തെ ഹയർ ലെവൽ ഓഫ് മാത്ത് അല്ല, അതിനേക്കാൾ കുറച്ച് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് പോലെ, ജിയോമെട്രി പോലുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ലോജിക്കൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചാർട്ടുകൾ, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഡേറ്റ ഇൻജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡാറ്റ അസിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആ കേപ്പബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. പിന്നെ വെർബൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എത്രത്തോളം നമ്മുടെ ഹൗ കേപ്പബിൾ വി ആർ, വാട്ട് ലെവൽ ഓഫ് നോളജ് വി ഹാവ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെർബൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. ഈ 3 ടെസ്റ്റിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്, ടോട്ടൽ കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു പെർസെന്റേജ് സ്കോർ വരികയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൾ ഫോർ ഇന്റർവ്യൂ. CUET-നെ കുറിച്ച് എന്താ അഭിപ്രായം? CUET നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് PGയും UGയും PG ഒക്കെ ചെയ്യാമെന്ന ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സയൻസ് കോഴ്സുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് എപ്പോഴും CUET പോലുള്ള കോളേജ് പോയി ചെയ്യുന്നത്. സർ, ഈ IIT JEE ഒക്കെ നടത്തുന്നത് ജാനുവരി മാസത്തിലാണല്ലോ. JEEക്ക് രണ്ട് സെറ്റ് ഉണ്ട്. JEE ഫസ്റ്റ് സെഷൻ ജാനുവരിയിലും സെക്കൻഡ് സെഷൻ ഏപ്രിലുമാണ്. അപ്പൊ നമ്മൾ +2 കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ജനുവരിയിലൊക്കെ എഴുതുന്ന സമയത്ത്? +2 കഴിയുന്നതിന് മുന്നേ എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യെസ്. ഓക്കെ സർ. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? നമ്മൾ ഓൾറെഡി 1.5 hours ആയിട്ടുണ്ട്. ഹാത്തിമിന് എന്തോ ചോദിക്കാനുണ്ടോ? റസീം ചോദിക്കും. സാറേ, ഈ 10ലെ സമയത്ത് 10 കഴിഞ്ഞിട്ട് +1 ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണാണോ നല്ലതോ 10ന്ന് തുടങ്ങാണോ നല്ലത്? 10ന്നേ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 10ന്റെ കൂടെ തന്നെ ഇതുപോലത്തുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒരുപാട് ഉണ്ട്. ഇപ്പൊ ഒളിമ്പിയാഡ് പോലുള്ള എക്സാംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്ത് അതിനൊക്കെ പ്രിപ്പയർ ചെയ്താൽ തന്നെ നമ്മുടെ ബേസ് നല്ല സ്ട്രോങ് ആവും. യെസ്, താങ്ക് യു ഓൾ. പ്രത്യേകം ഒരു താങ്ക്സ് ഫവാസ് സാറിനോട് പറയാണ്. ഇത്രയധികം സമയം, ഏകദേശം 1.5 hours നമ്മളോട് ഇന്ററാക്ട് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ കഴിഞ്ഞത്. കുറെ അധികം ചോദ്യങ്ങൾ വന്നു. കുറെ പേർക്ക് IIT കുറിച്ച് അറിയാം, IIMകളെ കുറിച്ച് അറിയാം. കുറെ അംബീഷൻസ് ആൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കുറെ പേര് ഇതിലുണ്ട്. സാൻവയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇതുവരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ നേരത്തെ തന്നെ അവരുടെ അംബീഷനിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ അറിയുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയാണ്. കുറെ പേര് ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ടും നമ്മുടെ ഫൗണ്ടേഷന്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയാത്തവർ കുറെ ഉണ്ട്. എനിവേ, ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ സ്റ്റുഡൻസിനും പാരന്റ്സിനും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. പ്രത്യേകം ഫവാസ് സാറിനോടും ഒരു താങ്ക് യു ഫ്രം എക്സാൻവേ ലേണിംഗ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ കാണിച്ചിരുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
6ാം ക്ലാസ് മുതൽ 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് സയൻസിലും മാത്സിലും ഒക്കെ മിടുക്കരായിട്ടുള്ള കുട്ടികളെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ ഉള്ളൂ, എല്ലാവർക്കും നമ്മൾ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നില്ല. സയൻസിലും മാത്സിലും നേരത്തെ കുറെ പാരന്റ്സ് പറഞ്ഞു മക്കള് ടെക്നോളജിക്കൽ ഏരിയയിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പൊ അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സ് തന്നെയാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ഫവാസ് സാറിനെ പോലെയുള്ള IITiansഉം NITiansഉം ഡോക്ടേഴ്സും ഒക്കെ ലീഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രോഗ്രാം ആണ് നിങ്ങളെ മക്കളെ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നേരത്തെ ചാറ്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. എക്സാം വൈ ലേണിംഗിന്റെ വെബ്സൈറ്റും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പേഴ്സ് കിട്ടും. സോ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലെയുള്ള ഇനിയും കുറെ അധികം സെഷൻസുമായിട്ട് നമ്മൾ എത്തും. എക്സാം വൈ സക്സസ് സ്റ്റോറീസ് വെബിനാർ സീരീസ് ഈ വെക്കേഷനിൽ കുറെ അധികം വെബിനാറുകളായിട്ട് നമ്മൾ എത്തും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയിക്കുക. എല്ലാവരെയും ഇതുപോലെയുള്ള സെഷൻസിൽ ഇൻവൈറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അംബീഷൻസിലേക്ക് എത്തണം. നമ്മുടെ മക്കളെയൊക്കെ അവരുടെ ഡ്രീം ജോബിൽ നമുക്ക് എത്തിക്കണം. സോ വൈൻഡിങ് അപ്പ്. താങ്ക് യു ആൾ.